everyone, എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സ് NCERT ക്യാപ്സ്യൂൾസിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, മാം കെമിസ്ട്രി NCERT ക്യാപ്സ്യൂൾസ് നിർത്തിയോ, എന്താണ് വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൻ്റെ NCERT ക്യാപ്സ്യൂളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ NCERT ക്യാപ്സ്യൂൾ എന്ന് എനിക്ക് മനസ്സിലായി. സോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നമുക്കറിയാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണം, ഓക്കെ? അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ നമുക്ക് പയ്യെ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം, ഓക്കെ? യെസ്. സോ ഫസ്റ്റ് വൺ എന്താണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദ കെമിക്കൽ എനർജി സ്റ്റോർഡ് ബൈ മോളിക്യൂൾ ക്യാൻ ബി റിലീസ്ഡ് ആസ് ഹീറ്റ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ വെൻ എ ഫ്യൂൽ ലൈക്ക് മീഥെയിൻ ഓർ കുക്കിംഗ് ഗ്യാസ് അല്ലെങ്കിൽ കോൾ ബേൺസ് ഇൻ എയർ. അതായത് നമ്മളിപ്പോൾ എന്തായിക്കോട്ടെ, ഏതൊരു മോളിക്യൂൾ ആയിക്കോട്ടെ, അവർക്ക് എന്തുണ്ടാവും, അവർക്കിടയിൽ ബോണ്ട് ഉണ്ടാവും അല്ലേ? സോ ഈ ബോണ്ടൊക്കെ ബ്രേക്ക് ആവുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു കെമിക്കൽ എനർജി സ്റ്റോർഡ് ബൈ എ മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ എനർജി എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആ എനർജി അവർ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റായിട്ട് അവരെന്ത് ചെയ്യും, അതിനെ റിലീസ് ചെയ്യും എന്നാണ് പറയുന്നത്, ഓക്കെ? അതിപ്പോൾ എന്തായിക്കോട്ടെ, ഫ്യൂൽസ് ലൈക്ക് മീഥെയിൻ അല്ലെങ്കിൽ കുക്കിംഗ് ഗ്യാസ് അല്ലെങ്കിൽ കോൾ, ഇവരൊക്കെ എയറിൽ ബേൺ ചെയ്യുന്ന സമയത്തും ഇവരെന്താ ചെയ്യുന്നത്, ആ മോളിക്യൂളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കെമിക്കൽ എനർജീനെ ഹീറ്റായിട്ട് അവർ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓക്കെ? യെസ്. ഈ കെമിക്കൽ എനർജീനെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ദിസ് കെമിക്കൽ എനർജി മേ ഓൾസോ ബി യൂസ് ടു ഡു മെക്കാനിക്കൽ വർക്ക്. ഈ കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് എന്താ നമ്മൾ പറയുന്നത്, ഒരു എഞ്ചിനിൽ അതിൻ്റെ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഏതൊരു വാഹനം എടുത്ത് നോക്കിയാലും എന്തെങ്കിലും അവിടെ എഞ്ചിനിൽ അവിടെ ആ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ടാണ് മാറുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. ദാറ്റ്സ് ത്രൂ ഗാൽവനിക് സെൽ ലൈക്ക് ഡ്രൈ സെല്ല്. ഡ്രൈ സെല്ലിലൊക്കെ എന്താ സംഭവിക്കുന്നത്, അതായത് അവിടെ ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ത്രൂ ഗാൽവാനിക് സെല്ല് വഴി അവിടെ നടക്കുന്നത്. അതായത് ഒരു ഫോമിലുള്ള എനർജി വേറൊരു ഫോമിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓരോ റിയാക്ഷൻസ് അവിടെ നടക്കുന്ന സമയത്തും, ഓക്കെ? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചുറ്റുമുള്ള ഓരോ എനർജീസും തമ്മിൽ എന്താണ്, ഇന്റർ റിലേറ്റഡ് ആണ്. അതായത് ഒരു എനർജി ഫോം മാറിയിട്ട് വേറൊരു എനർജി ആവാം, ഇത് മാറിയിട്ട് വേറെ ടൈപ്പ് എനർജി ആവാം. അങ്ങനെ എന്താണ്, ഇവരെല്ലാവരും ഇന്റർ റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദസ് ദ വേരിയസ് ഫോംസ് ഓഫ് എനർജീസ് ആർ ഇന്റർ റിലേറ്റഡ് ആൻഡർ സർട്ടൻ കണ്ടീഷൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? യെസ്, അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് അവർ ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് മാറാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെ എനർജി ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ചിട്ട് നമ്മളൊരു മാറ്ററിൻ്റെ കേസിൽ എടുത്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ കേസിൽ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട്, സോറി ഇതെല്ലാം കൂടെ, യെസ്, ഇതാണ് എന്ത്, തെർമോഡൈനാമിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെ നമുക്ക് ഇതിൽ കുറച്ച് ലോസ് ഒക്കെ പഠിക്കാനുണ്ട്. ദിസ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് ദ എനർജി ചേഞ്ചസ് ഓഫ് മാക്രോസ്കോപ്പിക് സിസ്റ്റംസ്. അതായത് മൈക്രോസ്കോപ്പിക് അല്ല, മാക്രോസ്കോപ്പിക് സിസ്റ്റംസ് ഇൻവോൾവിംഗ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ കുറിച്ചിട്ടുള്ള അവിടുത്തെ എനർജിയിലുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യുന്നതാണ് നമ്മുടെ എന്ത്, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ നമ്മൾ പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾ റാദർ ദാൻ മൈക്രോസ്കോപ്പിക് സിസ്റ്റം കണ്ടെയ്നിങ് ഫ്യൂവർ മോളിക്യൂൾസ്. ക്ലിയർ ആണോ? അതായത് കുറച്ച് ആളുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ചെറിയ സിസ്റ്റത്തിനെ കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. വലിയൊരു സിസ്റ്റത്തിനെ കുറിച്ച്, ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ള വലിയൊരു സിസ്റ്റവും അവിടുത്തെ എനർജി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളത്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമ്മൾ മാറ്റും. മെക്കാനിക്കൽ വർക്ക് ഡൺ നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് യൂസസ് നമ്മുടെ എനർജി വേറൊരു എനർജി ആക്കി മാറ്റും, വർക്ക് ഡൺ ആയിട്ട് മാറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു എന്ന് മാത്രം. അതായത് യെസ്, ഇനി എന്തൊക്കെയാണ് ബാക്കി എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്, തെർമോഡൈനാമിക്സ് ഇസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഹൗ ആൻഡ് അറ്റ് വാട്ട് റേറ്റ് ദി എനർജി ട്രാൻസ്ഫോർമേഷൻസ് ആർ ക്യാരിഡ് ഔട്ട്. ഇവിടെ നമ്മൾ ആ എനർജി ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ അത് ഏത് റേറ്റിൽ നടക്കുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. അവിടെ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുമോ ഇല്ലയോ, അതായത് ഫീസിബിലിറ്റിനെ കുറിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സംസാരിക്കുള്ളൂ. അതെങ്ങനെ, ഏത് റേറ്റിൽ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ
എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷൻ ഫീസിബിൾ ആണോ അല്ലേ, ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ, അത് ഏത് എക്സ്റ്റെൻറ്റ് വരെ നടക്കും, ഏത് റേറ്റിൽ നടക്കും, ഈ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇക്വിലിബ്രിയം ഉണ്ട്, കെമിക്കൽ കൈനറ്റിക്സ് നിങ്ങൾ 12th പഠിക്കും. ഈ കാര്യങ്ങൾ ഈ ചാപ്റ്റേഴ്സിലൊക്കെയാണ് നമ്മൾ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഈസ് ബേസ്ഡ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം അണ്ടർഗോയിങ് ദ ചേഞ്ച്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്, എന്താ പറയുക, ചേഞ്ച് അണ്ടർഗോ ചെയ്യുന്ന സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ഓൺലി വെൻ എ സിസ്റ്റം ഈസ് ഇൻ ഈക്വിലിബ്രിയം ഓർ മൂവ്സ് ഫ്രം വൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ടു അനദർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അതായത് നമ്മുടെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ ഇക്വിലിബ്രിയത്തിലുള്ള ആള് അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയത്തിലേക്ക് മൂവ് ചെയ്യുന്ന സിസ്റ്റംസ്, ഇവർക്കൊക്കെയാണ് നമ്മൾ ആ ഒരു ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ആപ്ലിക്കബിൾ ആണ് എന്ന് നമ്മൾ പറയാറുള്ളത്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമുക്കറിയാം മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള നമ്മുടെ പ്രഷർ, ടെമ്പറേച്ചർ, ഇതൊന്നും വിത്ത് ടൈം ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ആള്, അതായത് നമ്മൾ പറയാറുണ്ട്, ഇക്വിലിബ്രിയം ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിവിടെ പറയാം, A+B gives C+D ആണെങ്കിൽ ഈ ഇക്വിലിബ്രിയം ഏത് സമയത്ത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചറും പ്രഷറും, ഇത് രണ്ടും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു ലെ-ഷാറ്റ്ലിയർസ് പ്രിൻസിപ്പിൾ. കറക്റ്റ് അല്ലേ? അതായത് ഒരു ഇക്വിലിബ്രിയത്തിന് ഫോർ എ ടൈം ബീയിങ് ഈ ടെമ്പറേച്ചറും പ്രഷറും എന്ത് ചെയ്യോ, ചേഞ്ച് ചെയ്യോ ഇല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ലൈക്ക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം ഫോർ എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള സിസ്റ്റത്തിന് അറ്റ് എ പെർട്ടിക്കുലർ ടൈം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും ഒന്നും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ഡു വി ഡിറ്റർമൈൻ ദ എനർജി ചേഞ്ച് ഇൻവോൾവ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്. ഓക്കെ, ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. നെക്സ്റ്റ് വൺ, വാട്ട് ഡ്രൈവ്സ് എ കെമിക്കൽ റിയാക്ഷൻ പ്രോസസ്. എന്താണ് ആ കെമിക്കൽ റിയാക്ഷൻ പ്രോസസ് അവിടെ നടക്കാൻ, എന്താണ് അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി. ഓക്കെ അല്ലേ? യെസ്, ഒരു മിനിറ്റ്. യെസ്, ഓക്കെ. എനിക്ക് പെട്ടെന്ന് ഡൗട്ട്, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നില്ലേ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടായി. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ലൈക്ക് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. യെസ്, നെക്സ്റ്റ് വൺ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ വിൽ പ്രൊസീഡ്. അത് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ചാപ്റ്ററിൽ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തെർമോഡൈനാമിക്സ് ആണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം 11th സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ തെർമോഡൈനാമിക്സ് ഒക്കെ നമുക്ക് പുതിയൊരു ടേം ആണ് അല്ലേ. യെസ്, ഈ തെർമോഡൈനാമിക്സിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. സോ അതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ അതിനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജീസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഒരു സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് നമുക്കുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് thermodynamics terms. Okay, so we are interested in chemical reactions and the energy changes accompanying. നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എനർജി ചേഞ്ചും അവിടെ എന്തായി തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ടായിരിക്കും. ഫോർ ദിസ് വി നീഡ് ടു നോ സർട്ടൻ തെർമോഡൈനാമിക്സ് ടേംസ്. അത് നമുക്ക് കുറച്ച് ടേംസ് നമുക്ക് തെർമോഡൈനാമിക്സ് ടേംസ് അറിയേണ്ടതായിട്ടുണ്ട്. അത് അറിഞ്ഞാലേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള രണ്ട് ടേംസ് ആണ് എന്തൊക്കെ, വാട്ട് ഈസ് സിസ്റ്റം ആൻഡ് വാട്ട് ഈസ് സറൗണ്ടിങ്. എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ് എന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ റിയാക്ഷൻ ഏതാണോ, അത് എവിടെയാണോ നടക്കുന്നത്, അതാണ് നമ്മുടെ സിസ്റ്റം. ഇപ്പം ഞാനൊരു വെസലിൽ നടക്കുന്ന റിയാക്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വെസലിനെ എൻ്റെ സിസ്റ്റമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആ വെസൽ പ്ലേസ് ചെയ്തിട്ടുള്ള ആ റൂമിനെ എൻ്റെ സിസ്റ്റമായിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എവിടെയാണോ ദാറ്റ് ഈസ് മൈ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ സിസ്റ്റം ഇൻ തെർമോഡൈനാമിക്സ് refers to that part of the universe in which the observations are made and the remaining യൂണിവേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി സറൗണ്ടിങ്. ഞാൻ പറഞ്ഞു, ഞാനിപ്പം ഒരു വെസലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റം ആ വെസലായിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിൽ ഈ വെസൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും എന്താണ്, എൻ്റെ സറൗണ്ടിങ് ആണെന്ന് എനിക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ
ഒരു റൂമാണ് ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആ റൂം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും ആ വീട്ടിലെ മാത്രമല്ല അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാതും എന്താണ് ആ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സറൗണ്ടിങ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ നമുക്ക് എഴുതാം എന്ത്, സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ആണ് എന്ത്, യൂണിവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് യൂണിവേഴ്സിൽ സിസ്റ്റം അല്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളെയും നമ്മൾ എന്തെന്ന് വിളിക്കും, സറൗണ്ടിങ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്കിത് വിസിബിൾ അല്ലേ, കാണുന്നില്ലേ? യെസ്, ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് സൂം ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ കുറച്ചും കൂടെ വിസിബിൾ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക്? യെസ്, ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ദ സറൗണ്ടിങ് ഇൻക്ലൂഡ് എവറിത്തിങ് അതർ ദാൻ സിസ്റ്റം ഞാൻ പറഞ്ഞു. അതായത് സിസ്റ്റം അല്ലാത്ത യൂണിവേഴ്സിലുള്ള ബാക്കി എല്ലാത്തിനെയും നമ്മൾ എന്ത് വിളിക്കും, സറൗണ്ടിങ് എന്ന് വിളിക്കും. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് എന്താണ്, യൂണിവേഴ്സ്. ഞാൻ പറഞ്ഞ ഇക്വേഷൻ അതായിരുന്നു. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ആണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയാറുള്ളത് എന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ ഈ ഒരു വെസലിൽ നടക്കുന്ന റിയാക്ഷനാണ് ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വെസലിൽ നടക്കുന്ന റിയാക്ഷൻ ഇപ്പം 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് പോയിട്ട് അതിന് എഫക്റ്റ് ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. കറക്റ്റ് അല്ലേ? യെസ്. ഹൗവർ ദി എൻറ്റയർ യൂണിവേഴ്സ് റാദർ ദാൻ ദി സിസ്റ്റം ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സിസ്റ്റം. കറക്റ്റ് അല്ലേ? ആ ചേഞ്ചസ്, അവിടെ സംഭവിക്കുന്ന ചേഞ്ചസ് എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്ങിൽ മാത്രമേ ആ ചേഞ്ചസ് എന്ത് ചെയ്യുള്ളൂ, എഫക്റ്റീവ് ആവുന്നുള്ളൂ. സോ ദെർഫോർ ഫോർ ഓൾ പ്രാക്ടിക്കൽ പേർപ്പസിനായിട്ട് നമ്മളത് പറയുന്ന സമയത്ത് നമ്മൾ എന്താ എടുക്കുക, ദ സറൗണ്ടിങ്സ് ആർ ദ പോർഷൻ റിമൈനിങ് യൂണിവേഴ്സ് വിച്ച് ക്യാൻ ഇന്ററാക്ട് വിത്ത് ദ സിസ്റ്റം. അതായത് ഞാൻ എടുക്കുന്ന സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും വിസിനിറ്റിയിലുള്ള ആ ഏരിയ മാത്രമേ നമ്മൾ സറൗണ്ടിങ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ ഫോർ എ പ്രാക്ടിക്കൽ പേർപ്പസ്. അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് നമ്മൾ പറയും, ഇത് സിസ്റ്റം ആണെങ്കിൽ ഇതല്ലാത്ത യൂണിവേഴ്സിലുള്ള ബാക്കിയെല്ലാം എൻ്റെ സറൗണ്ടിങ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഇവിടുത്തെ ഒരു വെസൽ ഞാൻ എന്തെടുക്കുകയാണ്, ഇവിടുത്തെ ഒരു വെസലിലാണ് ഞാൻ റിയാക്ഷൻ നടക്കുന്നത്. കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ ഞാൻ എൻ്റെ സറൗണ്ടിങ് ആണെന്ന് എനിക്ക് പറയാം. പക്ഷേ പ്രാക്ടിക്കലി ഞാൻ ഇവിടെ നടക്കുന്ന ഒരു റിയാക്ഷൻ്റെ എഫക്റ്റ് അവിടെ വരുന്നുണ്ടോ? ഇല്ല. പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പം ഇവിടെ നടക്കുന്ന റിയാക്ഷൻ്റെ എഫക്റ്റ് കിട്ടുന്ന അത്രയുമാണ് നമ്മുടെ സറൗണ്ടിങ് എന്ന് നമ്മൾ കണക്കാക്കാറുള്ളത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. ദി എൻറ്റയർ യൂണിവേഴ്സ് അതർ ദാൻ സിസ്റ്റം ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സിസ്റ്റം. Therefore, for all practical purposes, the surroundings that are portion remaining the universe which can interact with the system മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. Usually the region or space in the neighborhood of the system constitute its surroundings എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ എന്താ പറയുക, കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിവിടെ പഠിക്കുകയാണെങ്കിൽ, വി ആർ സ്റ്റഡിങ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ടു സബ്സ്റ്റൻസസ് എ ആൻഡ് ബി വിച്ച് ഇസ് കെപ്റ്റ് ഇൻ എ ബീക്കർ. ഈ ബീക്കറിൽ ഞാൻ ആരെ എടുത്തിട്ടുണ്ട്, എനെയും ബിനെയും എടുത്തിട്ടുണ്ട്. അവർക്കിടയിലുള്ള റിയാക്ഷൻ ആണ് ഞാൻ ഇവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ, ദ ബീക്കർ കണ്ടെയ്നിങ് ദ റിയാക്ഷൻ മിക്സ്ചർ ഈസ് ദ ബീക്കർ കണ്ടെയ്നിങ് ദ റിയാക്ഷൻ മിക്സ്ചർ ആണ് എന്ത്, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദ റൂം വേർ ദ ബീക്കർ ഈസ് കെപ്റ്റ്, അതിന് നമുക്ക് എന്ത് വിളിക്കാം, സറൗണ്ടിങ് എന്ന് വിളിക്കാം. കാരണം അതിലുണ്ടാവുന്ന എഫക്റ്റ് ആ റൂമിൽ വേണമെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ അവിടെ നിന്നും പുറത്തേക്ക് പോയി അത്രയും എന്താ പറയുക ദൂരത്തേക്കൊന്നും അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടാറില്ല. സോ ഞാനിവിടെ ഒരു വെസൽ എടുക്കുന്നുണ്ടെങ്കിൽ ആ വെസലാണ് എൻ്റെ സിസ്റ്റം, ഈ റൂമാണ് എൻ്റെ എന്ത്, സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. നോട്ട് ദാറ്റ് ദ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ബൈ ഫിസിക്കൽ ബൗണ്ടറീസ് ലൈക്ക് ബീക്കർ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം. ഓർ ദ സിസ്റ്റം സിംപ്ലി മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് സ്പെസിഫൈങ് എ പെർട്ടിക്കുലർ വോളിയം ഇൻ എ സ്പേസ്. അതായത് നമ്മൾ സ്പേസിൽ ഒരു പെർട്ടിക്കുലർ വോളിയം ഉള്ളതായിരിക്കും എന്ത്, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ഇടയിൽ എന്തായാലും ഒരു വോൾ അവിടെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ബീക്കറാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ ഒക്കെ എന്തുണ്ട്, നമ്മുടെ സിസ്റ്റം, ഈ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, എന്ത്, ബൗണ്ടറി. ദ വാൾ ദാറ്റ് സെപ്പറേറ്റ് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഇസ് കോൾഡ് ബൗണ്ടറി. എന്താണ്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന വാളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി. ക്ലിയർ അല്ലേ? ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതിലുള്ളൂ കേട്ടോ. യെസ്, ഓക്കെ. സോ ദിസ് ഇസ് ഡിസൈൻഡ് അലൗ അസ് ടു കീപ് ആൻഡ് ട്രാക്ക് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് മാറ്റർ ആൻഡ് എനർജി ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സിസ്റ്റം. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിസ്റ്റത്തിൽ നടക്കുന്ന എനർജി ചേഞ്ചും മാറ്ററിൽ നടക്കുന്ന ചേഞ്ചും, മാറ്റർ എവിടെയെങ്കിലും ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ, എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ബൗണ്ടറി ആയിരിക്കും നമ്മുടെ സിസ്റ്റവും സറൗണ്ടിങ്ങിൻ്റെയും ഇടയിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ് ടൈപ്സ് ഓഫ് സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് നമുക്ക് ഏതൊക്കെയാണുള്ളത് എന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. സോ ദ സിസ്റ്റം നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ദെൻ നമുക്കുള്ളതാണ് നമ്മുടെ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മാറ്ററിന്റെയും എനർജിന്റെയും മൂവ്മെന്റിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പൺ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ചൂട് ചായ നിങ്ങളൊരു കപ്പിൽ എടുത്ത് വെച്ചേക്കുന്നത്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഓപ്പൺ സിസ്റ്റം. ആ കപ്പ് മൂടിയിട്ടൊന്നുമില്ല, തുറന്ന് ഇങ്ങനെ ചൂട് ചായ നിങ്ങൾ ഒരു കപ്പിൽ എടുത്ത് വെക്കുക, ദാറ്റ് ഈസ് വാട്ട് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം. അതായത് ദർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് ബോത്ത് എനർജി ആൻഡ് മാറ്റർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് പോസിബിൾ ആണല്ലോ. അവിടെ നിന്ന് ചായ പുറത്തേക്ക് പോവാം, ചായയിലുള്ള ചൂടും പുറത്തേക്ക് പോവാം. സോ മാറ്ററും എനർജിയും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടേക്ക്? സറൗണ്ടിങ്ങിലേക്ക്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദ പ്രസൻസ് ഓഫ് റിയാക്ടൻസ് ഇൻ ആൻ ഓപ്പൺ ബീക്കർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആൻ ഓപ്പൺ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ കാണുന്നത്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ മൂടിയൊന്നുമില്ല. സോ മാറ്ററിന് ഇങ്ങോട്ട് പുറത്തേക്ക് പോവാം, എനർജിക്കും പുറത്തേക്ക് പോവാം. ക്ലിയർ അല്ലേ? Okay alle? Yes. Okay. Here the boundary is an imaginary surface enclosing the beaker and the reactants. അതായത് ഈ ബീക്കറിന്റെയും റിയാക്ടൻസിന്റെയും ഇടയിലുള്ള ഒരു ഇമാജിനറി ലൈൻ ആണ് ഇവിടെ നമ്മുടെ ബൗണ്ടറി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെയിം ടീ കപ്പ് ഞാൻ മൂടി വെച്ചാൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് ക്ലോസ്ഡ് സിസ്റ്റം. അവിടെ എന്തിന്റെ ട്രാൻസ്ഫർ നടക്കില്ല? മാറ്റർ അവിടെ നിന്ന് പോവില്ല എങ്ങോട്ടും, പക്ഷെ എനർജി, ഹീറ്റ് എന്ത് ചെയ്യാം? ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാം. ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ബട്ട് എക്സ്ചേഞ്ച് ഓഫ് എനർജി ഈസ് പോസിബിൾ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? Okay ആണോ? So the presence of reactants in a closed vessel made up of conducting material. Conducting material ആവണം നമ്മുടെ ഈ ഒരു wall എന്ന് പറയുന്നത്. അപ്പോഴേ ഹീറ്റ് എന്ത് ചെയ്യുള്ളൂ? അവിടെ കണ്ടക്ട് ചെയ്ത് പുറത്തേക്ക് പോവുള്ളൂ. സോ കോപ്പർ അല്ലെങ്കിൽ സ്റ്റീൽ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം. അടച്ചു വെച്ച കോപ്പർ അല്ലെങ്കിൽ സ്റ്റീൽ നമുക്ക് എന്ത് പറയാം? ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടിന്റെയും ട്രാൻസ്ഫർ പോസിബിൾ അല്ലാത്തത്. ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി ഓർ മാറ്റർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. നമ്മുടെ തെർമോസ് ഫ്ലാസ്ക് ആണ് നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത്. എന്താണ്? തെർമോസ് ഫ്ലാസ്ക്. കറക്റ്റ് അല്ലേ? യെസ്. പ്രസൻസ് ഓഫ് റിയാക്ടൻസ് ഇൻ എ തെർമോസ് ഫ്ലാസ്ക് ഓർ എനി അതർ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് വെസൽ ആണ് നമുക്ക് അതിനെ. നമ്മളിപ്പോൾ ചായയൊക്കെ ചൂടാറാതിരിക്കാൻ നമ്മൾ ഫ്ലാസ്കിൽ എടുത്തു വെക്കാറുണ്ടല്ലോ. അവിടെ മാറ്ററും എങ്ങോട്ടും പോകുന്നില്ല, അവിടെയുള്ള ഹീറ്റ് എനർജിയും എങ്ങോട്ടും പോകുന്നില്ല. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്ത്? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നോ ഡൗട്ട്സ് റൈറ്റ്? യെസ്. ഓക്കെ. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളതാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. എന്താണ് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ദ സിസ്റ്റം മസ്റ്റ് ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ഓർഡർ ടു മേക്ക് എനി യൂസ്ഫുൾ കാൽക്കുലേഷൻ ബൈ സ്പെസിഫൈങ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഈച്ച് ഓഫ് ദ പ്രോപ്പർട്ടീസ്. അതായത് ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അതിന്റെ മെഷറബിൾ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്താ പറയുക ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ ഓരോ പ്രോപ്പർട്ടീസ് പറഞ്ഞുകൊണ്ടാണ്. ലൈക്ക് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇങ്ങനെ എന്തും. അതായത് ആ സിസ്റ്റത്തിന്റെ കോമ്പോസിഷനും ആ സിസ്റ്റത്തിൽ അത് ഏത് പ്രഷറിലാണ്, അത് ഏത് വോളിയത്തിലാണ്, ഏത് ടെമ്പറേച്ചറിലാണ് എന്നുള്ള രീതിയിലാണ് നമ്മളൊരു സിസ്റ്റത്തിന് എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യാറുള്ളത്. സോ അതായത് ബിഫോർ ദ ചേഞ്ചും ആഫ്റ്റർ ദ ചേഞ്ചും അതിന്റെ പ്രഷർ ഇതായിരുന്നു, ടെമ്പറേച്ചർ ഇതായിരുന്നു, വോളിയം ഇതായിരുന്നു, അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ കോമ്പോസിഷൻ ഇതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു സിസ്റ്റത്തിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയും. സോ യു വിൽ റീകോൾ നമ്മുടെ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഇൻ മെക്കാനിക്സ് ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് അറ്റ് എ ഗിവൺ ഇൻസ്റ്റന്റ് of time by the position and velocity of മാസ് പോയിന്റ് ഓഫ് ദ സിസ്റ്റം. അതായത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത് ആ സമയത്ത് അതിന്റെ വെലോസിറ്റി എന്താണ്, അതിന്റെ പൊസിഷൻ എന്താണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? സ്പെസിഫൈ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അതിന് നമ്മൾ പൊസിഷൻ പറയാറുള്ളത്. കറക്റ്റ് അല്ലേ? യെസ്. അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ നമ്മുടെ തെർമോഡൈനാമിക്സ് ഇൻ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മളൊരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, അതിന്റെ കോമ്പോസിഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സോ ഇൻ തെർമോഡൈനാമിക്സ് എ ഡിഫറെന്റ് and much simpler concept of the state of the system is introduced. അതാണെന്ത്? It does not need detailed knowledge of the motion of each particle because we will deal with the average measurable properties of the system. അതായത് ആ ഒരു മൂവ്മെന്റ് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ എല്ലാ മൊമെന്റിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട. നമ്മളിവിടെ തെർമോഡൈനാമിക്സിൽ അതിൻ്റെയൊക്കെ ഒരു ആവറേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സിസ്റ്റത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സിലാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ഓർ സ്റ്റേറ്റ് വേരിയബിൾസ്. ക്ലിയർ അല്ലേ?
യെസ് ഓക്കെ. അതായത് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾസ്. ഓക്കെ, സോ ദ സ്റ്റേറ്റ് ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് മെഷറബിൾ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കാറുള്ളത്. ജസ്റ്റ് ലൈക്ക് എന്തൊക്കെയാണ് അതിന്റെ പ്രഷർ കോട്ട് ചെയ്യുക, വോളിയം പറയുക, ടെമ്പറേച്ചർ പറയുക, അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എത്രയാണെന്ന് പറയുക. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെ നമുക്കുള്ള ഈ വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻസ്. കാരണം എന്താണ്? ഈ വാല്യൂസ് എല്ലാം their value depend only on the state of the system and not how that is reached there. അതായത് ഇപ്പം ഞാൻ ഈ സിസ്റ്റം സ്റ്റേറ്റ് A1 നിന്നും സ്റ്റേറ്റ് 2 എത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടെമ്പറേച്ചർ, ഒരു വോളിയം, ഒരു പ്രഷർ, ഇവിടെ ഇവിടെ T1 V1 P1 ആണെങ്കിൽ ഇവിടെ എന്താണത്? T2 V2 P2 ആണ്. വേറൊരു സ്റ്റേറ്റിലേക്കാണ് ഇവരെത്തിയത്. ഈ ടെമ്പറേച്ചർ ആയാലും വോളിയം ആയാലും പ്രഷർ ആയാലും അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആയാലും ഇതൊന്നും ഈ 1 നിന്നും എങ്ങനെ 2 എത്തി എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇവിടെ എത്ര ടെമ്പറേച്ചർ ആണ്, ഇവിടെ എത്ര ടെമ്പറേച്ചർ ആണ്. സോ ഇനീഷ്യൽ പോയിന്റിൽ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ ഇതാണ്, ഫൈനൽ പോയിന്റിൽ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ ഇതാണ്. അതെങ്ങനെ അവിടെ എത്തി എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പാത്തിനെ ഇവരെന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് വിളിച്ചു. കാരണം അവർ ആ പാത്തിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഫിസിക്സിലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറയുന്ന പോലെ, ഫിസിക്സ് നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഏത് വഴിയിലൂടെയാണ് അവിടെ എത്തിയത് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? ഡിസ്റ്റൻസ്. നേരെ മറിച്ച് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിച്ചത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ബിക്കോസ് ദെയർ വാല്യൂസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ആൻഡ് നോട്ട് ഹൗ ഇറ്റ് ഈസ് റീച്ച്ഡ്. ആ പാത്തിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? യെസ് ഓക്കെ. അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് സ്റ്റേറ്റിലുള്ള ഫസ്റ്റ് കണ്ടീഷനിലുള്ള സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ നമുക്ക് ഇവർ മതി, സെക്കൻഡ് സ്റ്റേറ്റിൽ പറയാൻ ഇവർ മതി. ഇതെങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യത്തിന് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ് ഓക്കെ. സോ നമുക്ക് വേറെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാത്ത് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ഓക്കെ, പാത്ത് ഫംഗ്ഷൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഓഫ് ദ സിസ്റ്റം. അത് എങ്ങനെയാണ് ആ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിയത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? പാത്ത് ഫംഗ്ഷൻസ്. ക്ലിയർ അല്ലേ? യെസ്. Okay, as only a certain number of properties can be derived independently. This number depends on the nature of the system. Once these minimum number of macroscopic properties are fixed, others automatically will have definite value. അതായത് നമുക്കൊരു സിസ്റ്റത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് അറിയണമെന്നില്ല, അല്ലെങ്കിൽ അതിൽ ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ, നമ്പർ ഓഫ് മോൾസ്, ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് അറിയണമെന്നില്ല. ഏതെങ്കിലും കുറച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് നമുക്ക് അറിഞ്ഞാൽ തന്നെ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്റേണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്ററിൽ NCERT എന്താ പറയുക, കംപ്ലീറ്റ് ആവാത്ത രീതിയിലാണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ പാത്ത് ഫംഗ്ഷനെ കുറിച്ചൊന്നും സംസാരിച്ചത് പോലും ഇല്ല. ഇവിടെ ഇനി നമ്മൾ വർക്കും ഹീറ്റും ഒക്കെ സംസാരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി ആൻ എക്സാമ്പിൾ ഓഫ് എ പാത്ത് ഫംഗ്ഷൻ. നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ 2 വരയൊക്കെ വരച്ചിട്ട് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ചേഞ്ച് ഉണ്ട്, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ഇല്ല, P1 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ അവർ ചെയ്ത വർക്കും ഹീറ്റും ഡിഫറെൻ്റ് ആണ്. കാരണം അവർ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്? നമ്മുടെ വർക്കും ഹീറ്റും എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു 3 ആള്, ദെൻ ഇവിടെ ഈ 3 ആളും 3 രീതിയിലാണ് എവിടെ എത്തിയത്? മേലെ എത്തിയത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. ആ സെയിം കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും പറയാം. എന്താണ്? ഒരാൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തി, മറ്റേ ആൾ നേരെ പോയിട്ടെത്തി, മറ്റേ ആൾ പറന്ന് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങി. ഓക്കെ, ഇവിടെ രണ്ടും ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ എനർജി എന്താണ്? P1 ആണ്. ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ എനർജി എന്താണ്? P2 ആണ്. അത് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവർ ചെയ്ത വർക്കും ഇവിടെ നിന്ന് ഇയാൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇയാൾ വേർത്ത് കുളിച്ച് പരിവമായി ഇയാളെ എനർജി മുഴുവൻ കളഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും വർക്ക് അയാൾ ചെയ്തു. കാരണം എന്താണ്? ഈ വർക്ക് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. അത് ഏതാണ് പാത്ത്, ഏത് പാത്തിലൂടെയാണ് അവിടെ എത്തിയത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വർക്കും അയാളെ മേല് സ്വെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ റിലീസ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നതും. കറക്റ്റ് അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആ ലൈവൊക്കെ ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. യെസ്
ഓക്കെ, അപ്പോൾ എന്താണ് ഇന്റേണൽ എനർജി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്റേണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് എനർജി, വൈബ്രേഷണൽ എനർജി, ട്രാൻസ്ലേഷണൽ എനർജി, കൈനറ്റിക് എനർജി, ഇങ്ങനെ എല്ലാ എനർജിനും കൂടെ സമ്മിന് നമ്മൾ വിളിക്കുന്ന പേരാണത് അതിന്റെ ഇന്റേണൽ എനർജി. വെൻ വി ടോക്ക് അബൌട്ട് അവർ കെമിക്കൽ സിസ്റ്റം ലൂസിംഗ് ഓർ ഗെയിനിങ് ഓഫ് എനർജി, വി നീഡ് ടു ഇൻട്രൊഡ്യൂസ് ദ ക്വാണ്ടിറ്റി വിച്ച് റെപ്രസെന്റ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. അതായത് നമ്മൾ എനർജി ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എനർജി മറ്റേ എനർജി ആയിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് എന്ത്, അതിന്റെ കെമിക്കൽ എനർജി ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് എനർജി ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അതിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ തെർമോഡൈനാമിക്സ് വി കോൾ ഇറ്റ് ആസ് വാട്ട്, ഇന്റേണൽ എനർജി യു എന്നുള്ള ലെറ്ററിലാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത്. ക്ലിയർ ആണോ? സം ഓഫ് ഓൾ എനർജി ആണ് എന്ത്, നമ്മുടെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് വരണമെങ്കിൽ രണ്ട് രീതിയിൽ മാത്രമേ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്നുകിൽ ഹീറ്റ്, അല്ലെങ്കിൽ ഒന്നുകിൽ അവിടെ ഹീറ്റ് ചേഞ്ച് നടക്കണം, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, വർക്ക് ഡൺ നടക്കണം. ഈ രണ്ട് രീതിയിൽ മാത്രമേ നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയിൽ ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. ഹീറ്റ് പാസസ് ഇൻ ഓർ ഔട്ട് ഓഫ് ദ സിസ്റ്റം, വർക്ക് ഈസ് ഡൺ ബൈ ഓർ ഓൺ ദ സിസ്റ്റം, മാറ്റർ എൻറ്റേഴ്സ് അല്ലെങ്കിൽ ലീവ്സ് ദ സിസ്റ്റം. ഈ മൂന്ന് വഴിയിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, അവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് നടക്കാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമുക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഹീറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് us ഫസ്റ്റ് എക്സാമിൻ ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ബൈ ഡൂയിങ് വർക്ക്. ഒരു വർക്ക് ചെയ്തിട്ട് ഇന്റേണൽ എനർജിയിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് നോക്കി നോക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ വി ടേക്ക് എ സിസ്റ്റം കണ്ടെയ്നിങ് സം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ എ തെർമോസ് ഫ്ലാസ്ക് ഓർ അൻ ഇൻസുലേറ്റഡ് ബീക്കർ. ആലോചിക്കണം, ദിസ് ഇസ് എ തെർമോസ് ഫ്ലാസ്ക്. സോ ഹീറ്റിന്റെ എന്തില്ല, ഹീറ്റ് ഇവിടെ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, മാറ്ററിന്റെ എക്സ്ചേഞ്ചും ഇവിടെ എന്ത് ചെയ്യില്ല, നടക്കില്ല. കാരണം അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്, നമ്മൾ പറഞ്ഞു, തെർമോസ് ഫ്ലാസ്ക് ആണ്. സോ ദിസ് വുഡ് നോട്ട് അലൗ ദി എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ത്രൂ ഇറ്റ്സ് ബൗണ്ടറി ആൻഡ് വി കോൾ ദാറ്റ് സിസ്റ്റം ആസ് അൻ അഡിയബാറ്റിക് സിസ്റ്റം. അങ്ങനത്തെ സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്, അഡിയബാറ്റിക് സിസ്റ്റം. അഡിയബാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് their Q is equal to എന്താണ്, 0 ആണ്. Clear alle? So the manner in which the state of such system may be changed, this will be called the adiabatic process. നമുക്കറിയാം ഇവിടെ എനർജി ചേഞ്ച് ഇല്ല, എന്താ പറയാ, നമ്മുടെ മാറ്ററിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. സോ എങ്ങനെ മാത്രമേ ഇവിടെ ചേഞ്ചസ് നടക്കുകയുള്ളൂ, എന്തെങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ ചേഞ്ചസ് നടക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം ഇന്റേണൽ എനർജി ചേഞ്ച് നടക്കണമെങ്കിൽ ഒന്നുകിൽ ഹീറ്റ് പാസ് ചെയ്യണം, ഹീറ്റ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉള്ളിലേക്കോ കയറണം, അല്ലെങ്കിൽ മാറ്റർ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് വരണം, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് പോകണം. ഈ രണ്ട് ചാൻസ് നമുക്കുണ്ട്. അത് രണ്ടും അഡിയബാറ്റിക്കിൽ അല്ലെങ്കിൽ ഐസൊലേറ്റഡിൽ നമുക്ക് സാധ്യമല്ല. ഇത് നമുക്ക് സാധ്യമായിട്ട് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്താണ്, വർക്ക് ഡൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാം. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അഡിയബാറ്റിക് പ്രോസസ്. അങ്ങനത്തെ പ്രോസസ്സിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം, അഡിയബാറ്റിക് പ്രോസസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ദിസ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. നമ്മുടെ സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ ഹീറ്റിൽ എക്സ്ചേഞ്ച് ഒന്നും നടക്കാതെ നടക്കുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അഡിയബാറ്റിക് പ്രോസസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ അഡിയബാറ്റിക് പ്രോസസ് ഉള്ള സിസ്റ്റത്തിന്റെ വാളിനെ അല്ലെങ്കിൽ അതിന്റെ ബൗണ്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് അഡിയബാറ്റിക് വാൾ. അതിന് നമ്മൾ എന്താ വിളിക്കുക, അഡിയബാറ്റിക് വാൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇന്റേണൽ എനർജി ചേഞ്ച് നടത്തുന്നത്? ലെറ്റ് us bring the change in internal energy of the system by doing some work on it. അതായത് ആ സിസ്റ്റത്തിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്തിട്ട് അതിന്റെ ഇന്റേണൽ എനർജി ഞാൻ ചേഞ്ച് ചെയ്യിക്കാൻ പോവാണ്. അതായത് ലെറ്റ് us call the initial state of the system as A. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റ് ഇപ്പോൾ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഇവിടെ ഉള്ളത്. അവിടെ അതിന്റെ ടെമ്പറേച്ചർ എന്താണ്, TA ആണ്. ലെറ്റ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സ്റ്റേറ്റ് അറ്റ് എ ഇസ് UA. അതായത് ആ സ്റ്റേറ്റ് എയിലുണ്ട്, അതിന്റെ ഇന്റേണൽ എനർജി എന്താണ്, UA ആണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ അതിന്റെ എന്ത് ചെയ്യാം, അവിടെ ചേഞ്ച് നടത്താം, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് നടത്തിക്കാം. എങ്ങനെയാണ്? വൺ വേ എന്ന് പറയുന്നത് ഡു സം മെക്കാനിക്കൽ വർക്ക്. ആ സിസ്റ്റത്തിന്റെ മേലെ കുറച്ച് മെക്കാനിക്കൽ വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതിന് എന്ത് നടത്താം,
അതിന്റെ ഇന്റേണൽ എനർജി നമുക്ക് ചേഞ്ച് ചെയ്യാം. സേ 1 kilojoule ആണ് നമ്മൾ ഇവിടെ എനർജി കൊടുക്കുന്നത് ബൈ റൊട്ടേറ്റിംഗ് എ സെറ്റ് ഓഫ് സ്മോൾ പാഡൽസ് ആൻഡ് ദെർബൈ ചേർണിംഗ് ദ വാട്ടർ. അതായത് നമ്മൾ ഈ ബീക്കറിൽ കുറച്ച് വാട്ടർ ആണ് എടുത്തതെന്ന് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാണ് ഇതിലേക്ക് ഒരു റൊട്ടേറ്റിംഗ് പാഡൽ ഇട്ടിട്ട് ഇതിനെന്ത് ചെയ്യാണ് കറക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ വർക്ക് നടന്നിട്ട് ആ എനർജി എന്ത് ചെയ്യും ആ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ആവും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിൽക്കുന്ന സിസ്റ്റം ഇപ്പൊ ആരായിട്ട് മാറി, ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറി. അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് TB ആയി. അപ്പൊ അവിടുത്തെ ഇന്റേണൽ എനർജിയും എന്ത് ചെയ്തിട്ടുണ്ടാവും, ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ 1 കിലോജൂള് മെക്കാനിക്കൽ വർക്കാണ് ഞാൻ അവിടെ ചെയ്തത്. അതായത് ആ പാഡിൽ കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇളക്കി. അപ്പോൾ 1 കിലോജൂൾ വർക്ക് അതിലേക്ക്, അല്ലെങ്കിൽ 1 കിലോജൂൾ എനർജി അതിലേക്ക് പോയി. ദെൻ അവിടുത്തെ ടെമ്പറേച്ചർ, ഈ സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബി സ്റ്റേറ്റ്, ആൻഡ് ദ ടെമ്പറേച്ചർ ആസ് TB. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ആ പുതിയ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പഴയ ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതലായിരുന്നു. അതായത് ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടന്ന സമയത്തുള്ള ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമുക്ക് നോക്കുമ്പോൾ എങ്ങനെ എഴുതാം, TB - TA എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും, UB - UI. ഇപ്പൊ അവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് സംഭവിച്ചു. അതായത് ഒരു അഡിയബാറ്റിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മെക്കാനിക്കൽ വർക്ക് 1 കിലോജൂൾ മെക്കാനിക്കൽ വർക്ക് ഡൺ ചെയ്തിട്ട് നമ്മൾ അതിനെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്തു. ഇനി സെക്കൻഡ് വേറൊരു മെത്തേഡ് വഴി നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്, ഈക്വൽ എമൗണ്ട് 1 കിലോജൂൾ ഇലക്ട്രിക്കൽ വർക്ക് ഞാൻ ചെയ്യുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇമ്മേർഷൻ റോഡ്. അതായത് ഞാൻ ഇതേ വെള്ളത്തിലേക്ക് ഒരു ഇമ്മേർഷൻ റോഡ് ഇറക്കി വെച്ചിട്ട് ഒരു ഇലക്ട്രിക്കൽ റിയാക്ഷൻ ഇതിനുള്ളിൽ നടത്തിയിട്ട് ഇവിടുത്തെ എനർജി ഞാൻ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പോവാണ്. സോ വി ക്യാൻ ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് സെയിം ആസ് ദി ഏർലിയർ കേസ്. കാരണം ഞാൻ ഇവിടെ കൊടുത്തത് സെയിം എമൗണ്ട് ഓഫ് എനർജി കൊടുത്തിട്ടാണ് ഞാൻ ആ വർക്ക് ചെയ്തത്. അപ്പോഴും ഇതെന്തായി, ബി സ്റ്റേറ്റിലേക്ക് തന്നെ വന്നു. അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായത് എത്രയാണ്, TB ആയിട്ട് മാറി. അതായത് നമ്മൾ എത്ര കൊടുക്കുന്നോ എന്നുള്ളതിനനുസരിച്ചാണ് ഇവിടെ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്റേണൽ എനർജി ഒരിക്കലും അത് ഏത് വഴിയാണ് വരുന്നത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് എവിടെയാണ് എത്തുന്നത് എന്നുള്ളതിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്തത്. അതായത് ഫസ്റ്റ് വേയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മെക്കാനിക്കൽ വർക്ക് ഡൺ ചെയ്തിട്ടാണ് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കിയത്. സെക്കൻഡ് വേയിൽ നമ്മൾ ഇലക്ട്രിക്കൽ വർക്കാണ് അവിടെ ചെയ്തത്. പക്ഷേ തീർച്ചയായിട്ടും ഉണ്ടായ റിസൾട്ട് എന്താണ്, ഒന്നാണ്. ദാറ്റ് മീൻസ് ഇന്റേണൽ എനർജി ഒരിക്കലും അതെങ്ങനെയാണ് ആ ചേഞ്ച് ഉണ്ടായത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇന്റേണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? അതാണ് നമ്മളിവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്റേണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതാണ് നമുക്ക് ഇവിടെ തെളിയിക്കാനുള്ളത്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇൻ ഫാക്ട് ദി എക്സ്പെരിമെന്റ്സ് ഇൻ ദ അബവ് മാനർ വാസ് ഡൺ ബൈ നമ്മുടെ ജൂൾ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് ചെയ്തത്. ബിറ്റ്വീൻ 1840 to 15 ഇടയിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി വാസ് ഏബിൾ ടു ഷോ ദാറ്റ് ഗിവൺ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം നോ മാറ്റർ ഹൗ ഇറ്റ് ഇസ് ഡൺ, എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നുള്ളതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്താണ്, ഇറ്റ് ഇസ് പ്രൊഡ്യൂസ് ദ സെയിം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആസ് മെഷേർഡ് ബൈ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം. കറക്റ്റ് അല്ലേ? ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ സെയിം എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണോ ചെയ്യുന്നത്, അതുണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ് എന്ന് ജൂൾ എന്ന് പറയുന്ന നമ്മുടെ സയന്റിസ്റ്റ് എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. സോ ഇറ്റ് സീംസ് അപ്രോപ്രിയേറ്റ് ടു ഡിഫൈൻ ദ ക്വാണ്ടിറ്റി ഇന്റേണൽ എനർജി ഹൂസ് വാല്യൂ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം വെയർ ബൈ അഡിയബാറ്റിക് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് അബൌട്ട് ദ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ. അതായത് നമുക്ക് ഡെൽറ്റ യു ഈക്വൽ ടു W അഡിയബാറ്റിക് എന്ന് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? അതായത് നമുക്ക് അഡിയബാറ്റിക് വർക്ക് ഡൺ ചെയ്തിട്ട് ഇന്റേണൽ എനർജി ചേഞ്ച് നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ത് പറയാം നമുക്ക്, ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് സൈൻ കൺവേർഷൻസ് പഠിക്കാനുണ്ട്. ഓക്കെ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മുടെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്ന കാര്യമുണ്ട്. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും നമ്മൾ കെമിസ്ട്രിയിൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് തന്നെയാണ്. അതായത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ, ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നമ്മളാണ് വർക്ക് ചെയ്തത്, നമ്മൾ എനർജിയാണ് അവിടെ ലൂസ് ആയത്. ദാറ്റ് മീൻസ് അതിന് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് പറയാം. ഓക്കെ. ഇനി അത് നേരെ മറിച്ച് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ, നമ്മളെ സിസ്റ്റത്തിന് മേലെ ആരോ വർക്ക് ചെയ്തു, അതായത് നമ്മുടെ സിസ്റ്റത്തിന് കുറച്ച് എനർജി കിട്ടുക ചെയ്തത്, ദാറ്റ് ഈസ് പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ സൈൻ കൊടുക്കാറുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് കാര്യം, ദ പോസിറ്റീവ് സൈൻ എക്സ്പ്രസ് ദാറ്റ് ദ W അഡിയബാറ്റിക് ഈസ് പോസിറ്റീവ് വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ് വെൻ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് നമുക്ക് പറയാം.
ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നിങ്ങൾക്ക് എത്ര ഡിഫിക്കൽട്ട് ഇല്ല മനസ്സിലാക്കാനെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഈ പോസിറ്റീവും നെഗറ്റീവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യാൻ യു നെയിം സം അതർ ഫെമിലിയർ സ്റ്റേറ്റ് ഫംഗ്ഷൻസ്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ഇതെല്ലാവരും സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണെന്നുള്ള കാര്യം അല്ലേ? സോ നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള വേറെ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ലൈക്ക് നമുക്കറിയാം സം അതർ ഫെമിലിയർ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആർ വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ബ്രിങ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഫ്രം 25 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഞാൻ എന്ത് ചെയ്തു? സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഞാൻ ചേഞ്ച് ചെയ്താൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് 10 ഡിഗ്രി. കറക്റ്റ് അല്ലേ? യെസ്. അതിപ്പോൾ സ്ട്രെയിറ്റ് ഞാൻ ഒരു 25 ഡിഗ്രിന്ന് 35ലേക്ക് മാറ്റിയാലും ആദ്യം ഞാൻ എന്ത് ചെയ്തു? 35. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ മെല്ലെ 20 ആക്കി, ദെൻ ഞാൻ അതിനെ മാറ്റി 25 ആക്കി. അങ്ങനെ എനിക്ക് ചെയ്യാലോ? കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ വെദർ വി ഗോ സ്ട്രെയിറ്റ് അപ് ടു 35 ഓർ വി കൂൾ ദ സിസ്റ്റം ഫോർ എ വെരി ഫ്യൂ ഡിഗ്രീസ് ദെൻ ടേക്ക് ദ സിസ്റ്റം ടു ദ ഫൈനൽ ടെമ്പറേച്ചർ, എപ്പോൾ നോക്കിയാലും നമ്മുടെ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ആയിരിക്കും. അത് ഏത് റൂട്ടിലാണ് നടന്നത് എന്നുള്ളതിന് അതൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. വോളിയം ഓഫ് എ വാട്ടർ ഇൻ എ പോണ്ട് ഫോർ എക്സാമ്പിൾ ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതെങ്ങനെയാണ്? ബിക്കോസ് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഇറ്റ്സ് വാട്ടർ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ റൂട്ട് ബൈ വിച്ച് ദ വാട്ടർ ഇസ് ഫിൽഡ് ഇൻ ദ പോണ്ട്. അതായത് ഇപ്പം ഞാനൊരു വാട്ടർ എടുക്കുകയാണ്, ഒരു പോണ്ടിലെ വാട്ടർ, ഇവിടെ ഇപ്പോൾ വാട്ടർ 1000 ലിറ്റർ ഉണ്ടെങ്കിൽ ഓക്കെ, മഴ പെയ്ത് 10 ലിറ്റർ കൂടി. ക്ലിയർ ആണോ? ഇപ്പം എത്രയാണ്? 1010 ലിറ്റർ ആണ് ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മഴ പെയ്തില്ല, 1000 ലിറ്റർ ഉണ്ടായിരുന്നു, ഒരാൾ കൊണ്ടുവന്നിട്ട് 10 ലിറ്റർ ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പം ഇതിന്റെ വോളിയം എത്രയാണ്? 1010 ലിറ്റർ ആണ്. അതിൽ വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അതെങ്ങനെയാ വെള്ളം വന്നു എന്നുള്ളതിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവസാനം എത്ര ഉണ്ടായി എന്നുള്ളതിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറും വോളിയം, പ്രഷറും ഒക്കെ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിട്ട് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ പറഞ്ഞു ഇന്റേണൽ എനർജി വേറൊരു രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതെങ്ങനെയാണ്? ഹീറ്റ് കൊടുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. വി കൻ ഓൾസോ ചേഞ്ച് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ബൈ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ദി സറൗണ്ടിങ് ടു ദ സിസ്റ്റം. നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം? സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് എടുത്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റേണൽ എനർജി ചേഞ്ച് നടത്തിപ്പിക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, വിത്തൗട്ട് എക്സ്പെൻഡിച്ചർ ഓഫ് വർക്ക്, അതായത് വർക്കൊന്നും ചെയ്യാതെ ഇന്റേണൽ ഹീറ്റ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് നടത്തിപ്പിക്കാം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ദിസ് എക്സ്ചേഞ്ച് ഓഫ് എനർജി വിച്ച് ഇസ് ദ റിസൾട്ട് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഇസ് കോൾഡ് ഹീറ്റ്. അതായത് ടെമ്പറേച്ചർ ഡിഫറൻസസ് ഉണ്ടാക്കിയിട്ട് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എനർജി കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹീറ്റ്. അതായത് ഒന്നുമില്ല, വർക്ക് ഒന്നും ചെയ്യാതെ എന്താണ് അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Q എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാം. ഓക്കെ, സോ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് us കൺസിഡർ ബ്രിങ്ങിങ് അബൌട്ട് ദ സെയിം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ബിഫോർ നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ സ്റ്റേറ്റ് എയും സ്റ്റേറ്റ് ബിയും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മൾ എങ്ങനെ നോക്കുകയാണ്? ബൈ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ തെർമലി കണ്ടക്ടിങ് വാൾസ് ഇൻസ്റ്റെഡ് ഓഫ് അഡിയബാറ്റിക് വാൾസ്. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ അഡിയബാറ്റിക് വാൾസ് ആണ്, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഹീറ്റിന്റെ കേസിൽ വന്നപ്പോൾ നമ്മൾ എന്തെടുത്തു? തെർമലി കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു വാൾ നമ്മൾ ഇവിടെ എടുത്തു. Okay, yes, and we can take the temperature TA in a container having thermally conducting walls that is made up of copper and enclose it in a huge heat reservoir at temperature TB. അപ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാനൊരു എന്താ പറയുക കോപ്പറിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ എന്തെടുക്കുകയാണ്? വെള്ളം എടുക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ ഇതിനെ ഒരു ഹ്യൂജ് റിസർവോയർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു റിസർവോയറിലേക്ക് ഞാൻ ഇതിനെ ഇറക്കി വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ ഹീറ്റ് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കയറും അല്ലേ? ഹീറ്റിൻ്റെയും ഉള്ളിലേക്ക് കയറും. കാരണം ഇത് തെർമലി കണ്ടക്ടിങ് വോളാണ്, അഡിയബാറ്റിക് വോൾ അല്ല. അപ്പം എന്ത് ചെയ്യും? ഹീറ്റ് ഉള്ളിലേക്ക് കയറിയിട്ട് അത് എന്താവും? The heat will be absorbed by the system and Q can be measured in terms of the temperature difference. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഹീറ്റ് ചേഞ്ചിനെ അല്ലെങ്കിൽ ഹീറ്റിനെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? TB മൈനസ് TA എന്നുള്ള രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് കഴിയും. സോ ഡെൽറ്റ U കൊണ്ടുവരാൻ ആർക്കും പറ്റും? ഹീറ്റിനും പറ്റും എന്ന് നമുക്ക് പറയാം. ഇവിടെ വർക്ക് ഡൺ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇവിടെ നമ്മുടെ എടുത്ത സിസ്റ്റത്തിന്റെ വോള്യത്തിൽ വല്ല ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Yes, so no work is done at constant volume എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ?
യെസ്. ഇനി നമ്മൾ ഇവിടെ സൈൻ കൺവേർഷൻ വർക്കിന്റെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്തിനും സൈൻ കൺവേർഷൻസ് ഉണ്ട്, ഹീറ്റിനും. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ്. ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം ആണെങ്കിൽ ദാറ്റ് ഇസ് എന്ത്, നെഗറ്റീവ്. ക്യൂ ഈസ് പോസിറ്റീവ് വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സറൗണ്ടിങ് ടു ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വന്നാൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, കാരണം അത് നമുക്ക് കിട്ടിയതാണ്. സിസ്റ്റത്തിൽ നിന്നും എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വെൻ ക്യൂ ഇസ് നെഗറ്റീവ്, ഓക്കെ യെസ് ഓക്കെ, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ക്യൂ ഇസ് നെഗറ്റീവ് വെൻ ദ ഹീറ്റ് ഈസ് യെസ്, ക്യൂ ഇസ് നെഗറ്റീവ് വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ടു ദ സറൗണ്ടിങ്. സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കുക, നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് വർക്ക് ഡണ്ണും ഹീറ്റും കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു ജനറൽ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഇന്റേണൽ എനർജി ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന രണ്ടാളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റും വർക്ക് ഡണ്ണും ആണെന്ന് പറയാം. അതിനെ നമുക്ക് ഇങ്ങനെ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് എഴുതാനായിട്ട് കഴിയും. Correct alle? Yes. So for a given change in state, Q and W can vary depending upon how the change is carried out. അതായത് Qവും Wയും എന്താണ്, പാത്ത് ഫങ്ഷൻസ് ആണ്. ആൻഡ് ദിസ് ഡെൽറ്റ യു അല്ലെങ്കിൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? Okay alle? Yes. So if there is no transfer of energy as heat or as work, അതായത് W0 Q0 ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഉണ്ടാവില്ല. ഇന്റേണൽ എനർജി സെയിം ആയിരിക്കും. അവിടെ ഒരു ചേഞ്ചും ഇന്റേണൽ എനർജിക്ക് സംഭവിക്കുന്നില്ല. ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഒന്നുകിൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. ദാറ്റ് ഇസ് വാട്ട് ഈസ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എന്ത് നടക്കില്ല, ഹീറ്റിന്റെ ചേഞ്ച് നടക്കില്ല, വർക്ക് ഡണ്ണും നടക്കില്ല. സോ അവിടെ എപ്പോഴും അവരുടെ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇതിനെ നമ്മുടെ എനർജി കൺസർവേഷൻ ആയിട്ട് നമുക്ക് പറയാം. അതായത് എന്ത്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ദിസ് ഇസ് കോമൺലി സ്റ്റേറ്റഡ് ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണോ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ അതായത് ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻസിന്റെ ഒന്നും അബ്സല്യൂട്ട് വാല്യൂ, ദർ ഈസ് കൺസിഡറബിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാരക്ടർ ഓഫ് ദ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എനർജി ആൻഡ് ദാറ്റ് ഓഫ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി സച്ച് ആസ് വോളിയം. അതായത് നമ്മുടെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയുന്നതാണ് നമ്മുടെ എനർജി ഒക്കെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് പറയുന്നതാണ് എന്ത്, നമ്മുടെ വോളിയം. അതായത് ഒരു അബ്സല്യൂട്ട് ടൈമിലുള്ള എന്ത് വോളിയം നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷേ ഒരു അബ്സല്യൂട്ട് ടൈമിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ എനർജി എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് എന്താണ്, ചേഞ്ച് ഇൻ എനർജിയാണ് നമ്മൾ മെഷർ ചെയ്യുക. ഒരു അറ്റ് എ പെർട്ടിക്കുലർ ടൈമിലുള്ള എനർജി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് കഴിയില്ല. അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല എന്തിൽ, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ. വേറാസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്കത് പോസിബിൾ ആണ് എന്നുള്ളൊരു നോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം വെൻ നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഫ്രം ദ സറൗണ്ടിങ്. അതായത് Q ഈക്വൽ ടു എന്താണ്, 0 ആണ്. ബട്ട് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. വാട്ട് ടൈപ്പ് ഓഫ് വോൾ ഡസ് ദി സിസ്റ്റം ഹാവ്? വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺ ദ സിസ്റ്റം, Q ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പറയാം ദാറ്റ് ഈസ് അഡിയബാറ്റിക് വോൾ ആണ് അവിടെ ഉള്ളത് എന്ന് പറയാം. കാരണം എനർജി ഹീറ്റ് ചേഞ്ച് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല, വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു അഡിയബാറ്റിക് എന്ന് ഇവിടെ എഴുതാൻ പറ്റും. കാരണം നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ക്യൂ ആണ്. അവിടെ ക്യൂ എന്താണ്, 0 ആണ്. ഇവിടെ ഡബ്ല്യു ആരാ ചെയ്തത്, അഡിയബാറ്റിക് വോൾ ആണ് ചെയ്തത്. സോ നമുക്ക് ഇത് അഡിയബാറ്റിക് വോൾ ആണ്. ഇവിടെ ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ എന്താ പറഞ്ഞത്, നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ബട്ട് ക്യൂ amount of heat is taken out from the system and it is given വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ, നെഗറ്റീവ് ചാർജിലാണ് അത് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? യെസ്. ബട്ട് ക്യൂ amount of heat is taken out from the system and is given to the surrounding. വാട്ട് ടൈപ്പ് ഓഫ് wall does the system have? ഒരു കണ്ടക്ടിങ് വോൾ ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. കാരണം അവിടെ ഹീറ്റ് ചേഞ്ച് നടക്കണമെങ്കിൽ അഡിയബാറ്റിക് വോൾ പറ്റില്ല, കണ്ടക്ടിങ് വോൾ ആവണം. സോ അവിടെ നമ്മുടെ ഡെൽറ്റ യു എന്ന് പറയുന്നത് -Q, കാരണം ഹീറ്റ് അവിടുന്ന് പോവാണ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഡബ്ല്യു എന്താണ് ഇവിടെ, 0 ആണ്. Okay അല്ലേ? യെസ്. W amount of work is done by the system, Q amount of heat is supplied to the system.
ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഏതാണ് എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്മുടെ ഹീറ്റ് സപ്ലൈഡ് ടു ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്യൂ പോസിറ്റീവ് ആണ്, ഡബ്ല്യു നെഗറ്റീവ് ആണ്. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഇസ് എ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് നമുക്ക് പറയേണ്ടി വരും. ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ചും നടക്കാം, വർക്കും നടക്കാം. രണ്ടും അവിടെ എന്താണ് പോസിബിൾ ആണ്. ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ക്യൂ, ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു എന്നാണ് നമ്മൾ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. സോ നമുക്ക് പോസിറ്റീവ് ആണ് കേട്ടോ ഉണ്ടായിരിക്കും. ഞാൻ വിചാരിച്ചു വർക്ക് is done by the system ആണെന്ന്. ഓക്കെ, യെസ്, സിസ്റ്റത്തിന്റെ മേലെ വർക്ക് ചെയ്താൽ അത് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇവിടെ ഹീറ്റ് എനർജി സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ക്യൂ ആയത്. ഇവിടെ ഹീറ്റ് എനർജി സിസ്റ്റത്തിന് കിട്ടി, വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറഞ്ഞതുകൊണ്ട് ക്യൂ മൈനസ് ഡബ്ല്യു നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? എന്തൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ വർക്കും ഹീറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് വർക്ക് എങ്ങനെയാണ്, അതിന്റെ കുറച്ച് ഡെറിവേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, അത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹീറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ എൻതാൽപ്പി എന്നുള്ള കാര്യം. അതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ വർക്കിനെ കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കി നോക്കാം. ഓക്കെ, സോ മെനി കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ദ ജനറേഷൻ ഓഫ് ഗ്യാസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് മെക്കാനിക്കൽ വർക്ക് ഓർ ജനറേഷൻ ഓഫ് ഹീറ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ടു ക്വാണ്ടിഫൈ ദീസ് ചേഞ്ചസ് ആൻഡ് റിലേറ്റ് ദം ടു ഹൗ, എങ്ങനെയാണ് ഈ ഇന്റേണൽ എനർജി ചേഞ്ച് സംഭവിക്കുന്നത് വർക്ക് ചെയ്തിട്ട് എന്നുള്ള കാര്യം നമുക്കൊരു എക്സ്പെരിമെന്റ് വഴി അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഇക്വേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വേണം. അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? വർക്കിനെ കുറിച്ചിട്ടാണ്. Okay, first of all, let us concentrate the nature of the work a system can do. ഒരു സിസ്റ്റം മെക്കാനിക്കൽ വർക്ക് ആണ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. മെക്കാനിക്കൽ വർക്കിൽ തന്നെ ഏത് വർക്കാണ്? പ്രഷർ വോളിയം വർക്ക്. അതായത് പ്രഷറിലും വോളിയത്തിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവുന്ന വർക്ക് ഡൺ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് PV എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ വർക്കിനെ പറയാറുള്ളത്. ക്ലിയർ ആണോ? Okay, yes, for understanding pressure volume work, let us consider the cylinder which contain 1 mole of an ideal gas. നമ്മൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ് A എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് B എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഞാൻ 1 മോൾ ഐഡിയൽ ഗ്യാസ് ആണ് ഇതിൽ എടുത്തിട്ടുള്ളത് എന്ന് വിചാരിക്കാം. ക്ലിയർ അല്ലേ? ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു പ്രഷർ ഉണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഇസ് P ഇന്റേണൽ പ്രഷർ ഉണ്ട്. പുറത്ത് ഒരു ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഞാൻ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അവിടെ പുറത്ത് ഒരു പ്രഷർ ഉണ്ട്. ദാറ്റ് ഈസ് P എക്സ്റ്റേണൽ. അതാണ് ഇവിടെ കാണുന്നത്. ഫിറ്റഡ് ഇൻ എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ഉണ്ട്. ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ്, ഇപ്പോൾ മുന്നേ ഉള്ള അതിന്റെ ടോട്ടൽ വോളിയത്തിന്, ഇത്രയും എമൗണ്ട് വോളിയത്തിന് ഞാൻ എന്ത് വിളിച്ചു? VI ഇനീഷ്യൽ വോളിയം എന്ന് വിളിച്ചിട്ടുണ്ട്. ആൻഡ് ദ പ്രഷർ ഇൻസൈഡ് ദ ഗ്യാസസ് P. If the external pressure Px is greater than, അങ്ങനെയാണെങ്കിൽ P external greater than P ആണെങ്കിൽ പുറത്തുള്ള പ്രഷറാണ് കൂടുതൽ ഉള്ളിലുള്ള പ്രഷറിനെക്കാട്ട് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് മൂവ് ചെയ്യും. അതായത് വോളിയം എന്ത് ചെയ്യും? ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ എത്തി, വോളിയം ഇത്രയും ആയി കുറഞ്ഞു. ഇത്രയും എമൗണ്ട് എന്ത് ചെയ്തു? വോളിയം അവിടെ കുറയാണ് ചെയ്തത്. കറക്റ്റ് അല്ലേ? പിസ്റ്റൺ എന്ത് ചെയ്തു? ഇത്രയും ദൂരം അത് മൂവ് ചെയ്തു. ദാറ്റ് ഡിസ്റ്റൻസിന് നമ്മൾ വിളിച്ച പേരാണ് എന്ത്? L എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ പറയുകയും ചെയ്തു. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇന്ന് ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് ഈ ഒരു പിസ്റ്റന്റെ മൂവ്മെന്റ് നടന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫൈനൽ വോളിയം ഇവിടെ എത്തി. ഈ വോളിയത്തിന് നമ്മൾ വിളിച്ച പേരെന്താണ്? VF, ഫൈനൽ വോളിയം എന്ന് നമ്മൾ വിളിച്ചു. ക്ലിയർ അല്ലേ? സോ ഡ്യൂറിംഗ് ദിസ് കംപ്രഷൻ, സപ്പോസ് ദ പിസ്റ്റൺ മൂവ്സ് എ ഡിസ്റ്റൻസ് L and its cross-sectional area of the piston is A. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് അവർ മൂവ് ചെയ്തു. ഇവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് A ആണെങ്കിൽ ഇത്രയും വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? L into A ആവില്ലേ? ഈ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്താണ്? L into A അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെ നമുക്ക് പറയാലോ. ഡെൽറ്റ V എന്ന് പറയുന്നത് എന്താണ്? L into A ആണ്. ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ എന്താണ്? VF മൈനസ് VI. ആ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം. എന്താണ്? പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിനെ നമുക്ക് എന്ത് എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. സോ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇവിടുത്തെ പ്രഷർ എന്താണ്? എക്സ്റ്റേണൽ പ്രഷർ. സോ ദാറ്റ് ഇസ് P എക്സ്റ്റേണൽ. ഏരിയ എത്രയാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A. ഡിസ്പ്ലേസ്മെന്റ് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്? L ഡിസ്റ്റൻസ്. A ഇൻറ്റു L എന്താ നമുക്കറിയാം? ദാറ്റ് ഇസ് ഡെൽറ്റ V. സോ നമുക്ക് ഇവിടുത്തെ W ഈക്വൽ ടു P എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ V എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ നമ്മളൊരു നെഗറ്റീവും കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. വി ഓൾസോ നോ പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ദെർഫോർ ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ നമുക്ക് പറയാം ദാറ്റ് ഇസ്
pressure into area, അതായത് P external into area നമുക്ക് എഴുതാം. So W ആണെങ്കിൽ W is force into displacement ആണ്. So that is P external into A into L ആണ്. A into L എന്ന് പറഞ്ഞാൽ delta V ആണ്. അതിന് നമ്മൾ minus delta V എന്നിവിടെ കൊടുക്കും. കാരണം here the work is done on the system. System അല്ലല്ലോ വർക്ക് ചെയ്തത്, സിസ്റ്റത്തിന് മേലെ വർക്ക് ചെയ്യല്ലേ ചെയ്തത്. കാരണം ആ പിസ്റ്റൺ താഴോട്ട് വരികയാണ്. ഒരിക്കലും ഇവിടെ എക്സ്പാൻഷൻ അല്ല നടന്നത്, കംപ്രഷൻ ആണ് നടന്നത്. ഓൾവേസ് കംപ്രഷൻ റിയാക്ഷൻസ് ആർ ഓൾവേസ് എന്താണ്, ആ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്കറിയാം വി എഫും വി ഐയും നമ്മൾ കൺസിഡർ ചെയ്താൽ ഇനീഷ്യൽ വോളിയം ആണ് കൂടുതൽ. സോ നമ്മൾ വി എഫ് മൈനസ് വി ഐ എടുത്താൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക അല്ലേ. സോ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. നമുക്ക് വേണ്ടത് എന്താണ്, ഒരു പോസിറ്റീവ് വർക്ക് ഡൺ ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ പുറത്ത് നമ്മളൊരു നെഗറ്റീവ് ചാർജും കൂടെ ഇട്ട് കൊടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? Yes, so അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The negative sign of this expression is required to obtain conventional sign for W which is positive. Okay, always compression reactions അല്ലെങ്കിൽ compression work done എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? Yes, it indicates that in case of compression work is done on the system. Compression സമയത്ത് work is done on the system. ഓക്കെ, അതുകൊണ്ടാണ് അതെന്താവണം, എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഹെൻസ് സൈൻ ഒബ്റ്റെയിൻഡ് ഫോർ ദ വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, യെസ്, ഇതെല്ലാ ലെറ്റേഴ്സും എന്താ പറയുക ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഇട്ടാൽ എല്ലായിടത്തും അത് വരുന്നുണ്ട്. ഓക്കെ, യെസ്, എനിവേസ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇത് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇത് ഓരോ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് if the pressure is not constant at every stage of compression but the change in number of finite steps, ആദ്യം ഇവിടെ എത്തി, പിന്നെ അവർ ഇവിടെ എത്തി, പിന്നെ ഇവിടെ എത്തി, പിന്നെ ഇവിടെ എത്തി, ഇങ്ങനെയാണ് ഈ ഒരു ചേഞ്ച് നടന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു പി ഇൻറ്റു ഡെൽറ്റ വി എന്നുള്ളതാണ്. പ്രഷർ വോളിയം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും ഏരിയ ആണ് നമ്മുടെ പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം വർക്ക് ഡണ്ണിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഏരിയ അണ്ടർ പി വി ഗ്രാഫ് നമുക്ക് എഴുതാം. ഏരിയ അണ്ടർ പി വി ഗ്രാഫ് ഗിവ്സ് എന്താണ് വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫൈനൈറ്റ് സ്റ്റെപ്സിലാണ് ഇത് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ഏരിയയിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ദെൻ ഈ ഏരിയ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു പി ഡെൽറ്റ വി ആണ്, ഇത് അടുത്ത പി ഡെൽറ്റ വി ആണ്, ഇത് അടുത്ത പി ഡെൽറ്റ വി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാത്തിനെയും നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സോ നമുക്ക് എന്ത് എഴുതാം, സിഗ്മ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഫൈനൈറ്റ് സ്റ്റെപ്സിൽ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ. ഇനി ഇൻഫൈനൈറ്റ് സ്റ്റെപ്സിലാണ് ഇത് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഒന്നുമില്ല, അതായത് ആദ്യം ഇത്തിരി ചേഞ്ച്, ദെൻ ഇൻഫിനിറ്റ് സിമിലി സ്മോൾ ചേഞ്ചസ് ഇവിടെ നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അങ്ങനെ സ്മോൾ ചേഞ്ചസ് ആണെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഒരു ഓപ്പറേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ഇൻറ്റഗ്രൽ വി ഐ ടു വി എഫ് പി എക്സ്റ്റേണൽ ഡി വി എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ചിനാണ് നമ്മൾ ഡെൽറ്റ വി യൂസ് ചെയ്യുക. ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ചേഞ്ച്, അതായത് വെരി സ്മോൾ ചേഞ്ച്, 0.00001 ഒക്കെ അവിടെ എന്ത് സംഭവിക്കുള്ളൂ, വോളിയത്തിൽ ചേഞ്ച് സംഭവിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡി വി എന്ന് വിളിച്ചത്. അതാണ് ഒരു ഇൻഫിനിറ്റ് സിമിലി സ്മോൾ ടെമ്പറേച്ചർ വോളിയം ഡിഫറൻസ് ഒക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതും സമ്മേഷൻ തന്നെയാണ്. വി ഇനീഷ്യൽ ടു വി ഫൈനൽ വരെ പി എക്സ്റ്റേണൽ ഡി വി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഹിയർ ദ പി എക്സ്റ്റേണൽ അറ്റ് ഈച്ച് സ്റ്റേജ് ഇസ് ഈക്വൽ ടു എന്താണ്, നമ്മുടെ ഇപ്പോൾ കംപ്രഷൻ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പി എക്സ്റ്റേണൽ ഇസ് ഗ്രേറ്റർ ദാൻ പി ഇന്റേണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റേജിലും അവിടുത്തെ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പി ഇന്റേണലിനെക്കാട്ടും ഒരു പൊടിക്ക് കൂടുതലാണെന്നാണ് മീൻ ചെയ്തത്. അതുകൊണ്ടാണ് അത്രയും കുഞ്ഞു സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുന്നത്. സോ നമുക്ക് പി എക്സ്റ്റേണലിനെ പി ഇന്റേണൽ പ്ലസ് ഡി പി എന്ന് എഴുതാം. ഡി പി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡിഫറൻസേ എന്തുള്ളൂ, പി ഇന്റേണലിനെക്കാട്ടും വളരെ കുറച്ച് മാത്രമേ പി എക്സ്റ്റേണൽ കൂടുതലുള്ളൂ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അത് കംപ്രഷൻ നടക്കുന്ന സമയത്ത്. ഇനി എങ്ങനെ എക്സ്പാൻഷൻ ആയിരുന്നെങ്കിലോ, എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ എന്താവണം, ഉള്ളിലുള്ള പ്രഷർ പുറത്തുള്ള പ്രഷറിനെക്കാട്ടും കൂടണം. ദാറ്റ് മീൻസ് അവിടെ പി എക്സ്റ്റേണൽ എന്തായിരിക്കും, പി ഇന്റേണലിനെക്കാട്ടും ഈക്വൽ ടു ആണ്. അവിടെ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പി ഇന്റേണലിനെക്കാട്ടും എന്താണ്, ഒരു പൊടിക്ക് കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അതല്ലെങ്കിൽ എക്സ്പാൻഷൻ അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ?
ഓക്കെയാണോ? ഇതിനെക്കാട്ടും എന്താ പറയുക വൃത്തിയിൽ നമ്മൾ ക്ലാസ്സിൽ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുക. പേടിക്കേണ്ട, നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് കാര്യം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ NCERT ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതും എടുത്ത് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കംപ്രഷനും എക്സ്പാൻഷനും നമുക്ക് ഇക്വേഷൻ കിട്ടി. എക്സ്പാൻഷന്റെ സമയത്ത് പി എക്സ്റ്റേണൽ ഈക്വൽ ടു പി ഇന്റേണൽ മൈനസ് ഡി പി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പി എക്സ്റ്റേണൽ ക്യാൻ ബി പി ഇന്റേണൽ പ്ലസ് ഓർ മൈനസ് ഡി പി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് എ റിവേഴ്സിബിൾ പ്രോസസ്. എന്താണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ? എ പ്രോസസ് ഓർ ചേഞ്ച് ഈസ് സെറ്റ് ടു ബി റിവേഴ്സിബിൾ ഇഫ് ദ ചേഞ്ച് ഈസ് ബ്രോട്ട് ഔട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദ പ്രോസസ് കുഡ് അറ്റ് എനി മൊമെന്റ് ബി റിവേഴ്സ്ഡ് ബൈ എൻ ഇൻഫിനിറ്റസിബിലി സ്മോൾ ചേഞ്ച്. അതായത് ഒരു എ എന്ന് പറയുന്നത് ബി ആവുകയാണ്, അത് ഏത് പോയിന്റിലും ബിനെ എ ആക്കി മാറ്റാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ അത്തരം റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. റിവേഴ്സിബിൾ റിയാക്ഷന്റെ കേസിലാണ് അവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിലോട്ടുള്ള റിയാക്ഷനും ബാക്കിലോട്ടുള്ള റിയാക്ഷനും അറ്റ് സെയിം റേറ്റിൽ നടക്കുന്ന ആ ഒരു സമയത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത റിയാക്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ W ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മൈനസ് വി ഐ ടു വി എഫ് ഇന്റഗ്രൽ പി എക്സ് ഡി വി നമുക്ക് എഴുതാം. പി എക്സ്റ്റേണൽ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? പി ഇന്റേണൽ പ്ലസ് ഓർ മൈനസ് ഡി വി എഴുതാം. ഞാൻ ഇനി ഇവിടെ ഒരു എക്സ്പാൻഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, കംപ്രഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പി ഇന്റേണൽ പ്ലസ് ഡി പി എന്ന് എനിക്ക് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോ ഈ ഡി വിനെ ഞാൻ ഉള്ളിലോട്ട് എടുത്താൽ എന്ത് വരും? ഇന്റഗ്രൽ വി ഐ ടു വി എഫ് പി ഇന്റേണൽ ഡി വി പ്ലസ് ഡി പി ഡി വി എന്ന് വരുമല്ലോ. ഈ ഡി പി ഡി വി നമ്മൾ ഓൾറെഡി പറഞ്ഞു വളരെ ചെറിയ ആളുകളാണെന്നുള്ളത്. സോ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ഡി പി ഇൻറ്റു ഡി വി ഇസ് വെരി സ്മോൾ. സോ വി ക്യാൻ റൈറ്റ് എന്ത്? പി ഇന്റേണൽ ഇൻറ്റു ഡി വി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾ എടുത്തത് ഐഡിയൽ ഗ്യാസ് ആണെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ പി വി ഈക്വൽ ടു NRT ആയിരിക്കും. അപ്പൊ നമുക്ക് പീനെ മാറ്റി എഴുതാം. NRT ഡിവൈഡഡ് ബൈ വി എന്ന് നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ ആവുമ്പോൾ ഇക്വേഷനിൽ എങ്ങനെ ചേഞ്ച് വരും? NRT ഡി വി ബൈ വി എന്ന് വരും. ഇന്റഗ്രേഷന്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? നിങ്ങൾ 12th ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂട്ടോ. ഇന്റഗ്രേഷന്റെ ഒരു പ്രത്യേകതയാണ് കോൺസ്റ്റൻസിനൊന്നും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കോൺസ്റ്റൻസ് എല്ലാവരും പുറത്തു വരും. കോൺസ്റ്റന്റ് പുറത്തു വരുമ്പോൾ ഇതെന്തായിട്ട് മാറും? W ഈക്വൽ ടു മൈനസ് NRT ഇന്റഗ്രൽ വി ഐ ടു വി എഫ് എന്ത്? ഡി വി ബൈ വി എന്ന് വരും. ആൻഡ് ഇന്റഗ്രേഷന്റെ ഒരു ഐഡന്റിറ്റി ആണ് എന്ത്? ഇന്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് ln x ആണെന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ 1/v dv എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ln v ആയിട്ട് മാറും. സോ മൈനസ് NRT ln v ഫ്രം വി ഐ ടു വി എഫ് എന്ന് പറഞ്ഞാൽ വി എഫ് മൈനസ് വി ഐ എന്ന് വരും. സോ ln വി എഫ് മൈനസ് ln വി ഐ എന്ന് പറയുമ്പോൾ നമുക്ക് ln m മൈനസ് n എന്ന് പറയുന്ന ln x മൈനസ് ln y ആണെങ്കിൽ അത് ln x ബൈ y എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ വി എഫ് മൈനസ് വി ഐ ആയതുകൊണ്ട് തന്നെ ln വി എഫ് ബൈ വി ഐ എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ ആണോ? ഇനി നാച്ചുറൽ ലോഗരിതത്തിലുള്ള ആൾ നമുക്ക് എങ്ങോട്ട് എഴുതണം? ബേസ് 10 ലോഗരിതാക്കി മാറ്റി എഴുതണം. സോ അതിന് നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? ln is equal to 2.303 log എന്ന് നമുക്ക് എഴുതാം. സോ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? മൈനസ് 2.303 NRT ലോഗ് വി എഫ് ബൈ വി ഐ എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. W റിവേഴ്സിബിൾ. സോ ഓർത്ത് വെക്കുക, റിവേഴ്സിബിളിന്റെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. എന്താണ് W റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു 2.303 NRT ലോഗ് വി എഫ് ബൈ വി ഐ. ഒരു മിനിറ്റ്. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? W ഇറിവേഴ്സിബിൾ ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കാര്യം ആലോചിച്ച് വെക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാക്കി ചെയ്യുക. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ എപ്പോഴേ നടക്കുള്ളൂ? നമ്മൾ വാക്വത്തിൽ എന്തെങ്കിലും കൊണ്ടുവച്ചാലേ ഫ്രീ എക്സ്പാൻഷൻ അവിടെ നടക്കുള്ളൂ. വാക്വത്തിൽ കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. എക്സ്റ്റേണൽ പ്രഷർ 0 ആണെങ്കിൽ എന്തായാലും ഇന്റേണൽ പ്രഷർ ആയിരിക്കും വലുത്. സോ എന്ത് ചെയ്യും? അവരിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. ഫ്രീ എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ പി എക്സ്റ്റേണൽ എന്താവണം? 0 ആവണം. പി എക്സ്റ്റേണൽ 0 ആയാൽ നമുക്കറിയാം W എന്തായിരിക്കും? 0 ആയി മാറും. കറക്റ്റ് അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ വാക്വം അല്ലെങ്കിൽ പി എക്സ്റ്റേണൽ ഈക്വൽ to 0 is called free expansion. No work is done during free expansion of an ideal gas, whether the process is reversible or irreversible. അത് reversible ആയിക്കോട്ടെ irreversible ആയിക്കോട്ടെ, P external 0 ആണെങ്കിൽ W equal to 0 ആണ് for an isothermal free expansion എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
യെസ്, അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഡെൽറ്റ യു ഈക്വൽ ടു, നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്, അല്ലെങ്കിൽ ക്യൂ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു ഇഫ് ദ പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് വോള്യത്തിലാണ് പ്രോസസ്സ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെൽറ്റ വി ഈക്വൽ ടു 0 ആണ്. അതായത് ചേഞ്ച് ഇൻ വോള്യം അവിടെ ഇല്ല. അങ്ങനെ ആകുമ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു എന്തായിട്ട് മാറും? ക്യൂ വി ആയിട്ട് മാറും. ക്യൂ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് വോള്യത്തിന് ഈക്വൽ ആയിരിക്കും എന്ത്? നമ്മുടെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് വോള്യത്തിലുള്ള ഫ്രീ എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓക്കെ. ഇനി ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി അവിടെ എന്താണ്? 0 ആണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നടക്കുന്നില്ലെങ്കിൽ അവിടെ ഹീറ്റ് എനർജിയിലും ചേഞ്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹീറ്റും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ജൂൾ എന്ന് പറയുന്ന നമ്മുടെ സയന്റിസ്റ്റ് എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഓൾറെഡി ഫ്രീ എക്സ്പാൻഷന് W ഈക്വൽ ടു 0 ആണ്. ഇനി Q ഈക്വൽ ടു 0 ആണ് എന്ത് കണ്ടീഷനിൽ? ഐസോതെർമൽ കണ്ടീഷനിൽ. ദാറ്റ് മീൻസ് അവിടുത്തെ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഡെൽറ്റ യു എന്ന് പറയുന്നത് Q പ്ലസ് W ആണ്. ഇവർ രണ്ടുപേരും 0 ആയാൽ ഡെൽറ്റ യു എന്താണ്? 0 ആണ്. ക്ലിയർ അല്ലേ? സോ ഫോർ എൻ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞാൽ Q പ്ലസ് W ഈക്വൽ ടു 0 ഓർ Q ഈക്വൽ ടു മൈനസ് W എന്ന് നമുക്ക് എഴുതാലോ. സോ നമുക്ക് എന്താ എഴുതാം? Q ഈക്വൽ ടു മൈനസ് W ഇറിവേഴ്സിബിൾ ആയതുകൊണ്ട് ഇക്വേഷൻ P എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. സോ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ വേറൊരു മൈനസും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഇനി റിവേഴ്സിബിൾ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? അഗെയിൻ Q ഈക്വൽ ടു മൈനസ് W എന്ന് വരും. സോ മൈനസ് NRT ln VF ബൈ VI എന്നുള്ളത് പ്ലസ് NRT ln VF ബൈ VI അല്ലെങ്കിൽ 2.303 NRT ലോഗ് VF ബൈ VI ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ ആണ്. യെസ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അഡിയബാറ്റിക് ചേഞ്ച് ആണെങ്കിൽ നമുക്കറിയാം Q ഈക്വൽ ടു 0 ആണ്. അവിടെ ഡെൽറ്റ യു എന്ന് പറയുന്നത് W അഡിയബാറ്റിക് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. 2 liters of an ideal gas at a pressure of 10 atm. 2 liters of an ideal gas at a pressure of 10 atm expands isothermally into vacuum until its total volume is 10 liters. How much heat is absorbed and how much work is done for this expansion എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞു ഇവിടെ എന്താണ്? വാക്വത്തിലേക്കാണ് ഇവർ എക്സ്പാൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ വർക്ക് ഡൺ ഈക്വൽ ടു എന്താണ്? 0 ആണ്. Q ഈക്വൽ ടു മൈനസ് W ആയതുകൊണ്ട് തന്നെ W 0 ആയാൽ Q എന്താണ് ഇവിടെ? 0 ആണ്. സോ നോ വർക്ക് ഈസ് ഡൺ, നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് എന്ന് നമുക്ക് പറയാം, കാരണം ഇത് വാക്വത്തിലേക്കാണെന്ന് പറഞ്ഞു. ഇനി കൺസിഡർ ദ സെയിം എക്സ്പാൻഷൻ ബട്ട് ദിസ് ടൈം ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് എ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ 1 atm. അതായത് അങ്ങനെയാണെങ്കിൽ അഗെയിൻ Q ഈക്വൽ ടു മൈനസ് W എന്ന് എഴുതും. W എന്ന് പറഞ്ഞാൽ മൈനസ് പി എക്സ്റ്റേണൽ. പി എക്സ്റ്റേണൽ ഇവിടെ പറഞ്ഞു 1 ആണ്. സോ മൈനസ് 1 ഇൻറ്റു എവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? 10 ഉള്ളത് 2 liters ഉള്ളത് 10 ലിറ്റർ ആവാണ് ചെയ്തത്. സോ എന്താണ്? മൈനസ് ഓഫ് ഓക്കെ എഗെയിൻ നമ്മൾ പുറത്തൊരു മൈനസ് ഇടണം. ദെൻ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ 2 മൈനസ് 10 എന്ന് വരും. സോ 8 വരും, മൈനസ് 8 വരും. നമുക്ക് ആൻസർ വിൽ ബി പ്ലസ് 8 ലിറ്റർ അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇവിടുത്തെ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്, 10 മൈനസ് 2 ആണ്, 2 മൈനസ് 10 അല്ല. ഓക്കെ ആണോ? യെസ്. സോ 10 മൈനസ് 2 എന്ന് വരും. മൈനസ് 8 ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 8 ലിറ്റർ ATM എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ ഓക്കെ അല്ലേ? കാരണം ഫസ്റ്റ് വണ്ണിൽ പറഞ്ഞത് വാക്വത്തിലേക്കാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ W 0 ആയിരിക്കും, Q 0 ആയിരിക്കും. ഇനി സെക്കൻഡ് വൺ പറഞ്ഞത് ഒരു എക്സ്റ്റേണൽ പ്രഷർ 1 atm അവിടെ ഉണ്ടെങ്കിലുള്ള വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചത്. സോ ദാറ്റ് വിൽ ബി 8 ലിറ്റർ അറ്റ്മോസ്ഫിയർ. ഇനി കൺസിഡർ ദ സെയിം എക്സ്പാൻഷൻ ടു ഫൈനൽ വോളിയം ഓഫ് 10 liters conducted reversibly. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്നുള്ളത് മനസ്സിലാവാന്നുള്ളത്. ഈ റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും മനസ്സിലാവണമെങ്കിൽ ക്വസ്റ്റ്യനിൽ റിവേഴ്സിബിൾ ആണെങ്കിൽ അവരത് എടുത്ത് പറയും ദിസ് ഇസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നുള്ളത്. അല്ലാത്ത പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ മനസ്സിലാക്കണം ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഇക്വേഷൻ എടുത്ത് ചെയ്തത്. ഇനി ഇവിടെ പറഞ്ഞ എന്താണ്? ടു ഫൈനൽ വോളിയം 10 ലിറ്റർ കണ്ടക്ടർ റിവേഴ്സിബിളി ആണെങ്കിൽ നമുക്കറിയാം നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് W ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ 2.303 NRT ലോഗ് 10/2 എന്ന് വരും. ഓക്കെ, 2.303 N 1 mol ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. R-ന്റെ T-ന്റെ വാല്യൂ നമ്മൾ കൊടുക്കുക. ദെൻ ലോഗ് 10/2 എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് NRTക്ക് പകരം PV ഇട്ടാൽ മതി, ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 1 ഇൻറ്റു 10 എന്ന് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2.303 ഇൻറ്റു 10 ഇൻറ്റു ലോഗ് 10/2 എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? സോ അതാണ് നമ്മുടെ എന്ത് വർക്കിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചത്. ക്ലിയർ ആണ്? ഐസോതെർമൽ വർക്ക് പഠിച്ചു, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് എന്താണ്? എൻതാൽപ്പി എന്താന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ എൻതാൽപ്പി എന്താന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം. യെസ്, അതിന് മുന്നേ ഒരു മിനിറ്റ്. യെസ്, ഓക്കെ. ഇനി എൻതാൽപ്പി എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എ യൂസ്ഫുൾ ന്യൂ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് നമ്മുടെ എൻതാൽപ്പി. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഹീറ്റ് കണ്ടന്റ് പ്രസന്റ് ഇൻ എ സിസ്റ്റം. ഹീറ്റ് കണ്ടന്റ് പ്രസന്റ് ഇൻ എ സിസ്റ്റം ആണ് നമ്മൾ അതിന്റെ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഹീറ്റ് കണ്ടന്റ് present in a system ആണ് അതിന്റെ enthalpy എന്ന് നമ്മൾ പറയുന്നത്. So we know that the heat absorbed at constant volume is equal to change in its internal energy ആണ്. അതായത് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? പക്ഷെ എല്ലാ റിയാക്ഷൻസും കോൺസ്റ്റന്റ് വോള്യത്തിൽ ക്യാരി ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഗ്യാസസ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് വോള്യത്തിൽ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് നോട്ട് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ബട്ട് ഇൻ ഫ്ലാസ്ക്സ് ഓർ ടെസ്റ്റ് ട്യൂബ്സ് അണ്ടർ കോൺസ്റ്റന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ കൂടുതലും ക്യാരി ഔട്ട് ചെയ്യാറുള്ളത്, കോൺസ്റ്റന്റ് വോളിയത്തിൽ അല്ല എന്നാണ് പറഞ്ഞത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ആ കോൺസ്റ്റന്റ് പ്രഷറിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് പറയണം. ആൻഡ് നമുക്കറിയാം ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്, അല്ലെങ്കിൽ ക്യൂ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി ആണ്. നമുക്കറിയാലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമുക്ക് പറയാം മൈനസ് പി ഡെൽറ്റ വി ആയിരിക്കും ഉണ്ടായിരിക്കുക. വേർ ക്യൂ പി ഈസ് ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. ക്യൂ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. ആൻഡ് മൈനസ് പി ഡെൽറ്റ വി ഈസ് ദ റെപ്രസെന്റ് എക്സ്പാൻഷൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലെ? കോൺസ്റ്റന്റ് പ്രഷറിൽ എത്ര ഹീറ്റ് അവർ അബ്സോർബ് ചെയ്തു ആൻഡ് എത്ര വർക്ക് ഡൺ അവർ ചെയ്തു എന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഡെൽറ്റ യുവിനെ ഇങ്ങനെ എഴുതാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഇനി ആ ഡെൽറ്റ യുവിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. എങ്ങനെ? u2 മൈനസ് u1 ഞാൻ എഴുതുകയാണ്. അതായത് u2 മൈനസ് u1 ഈക്വൽ ടു ക്യൂ പി മൈനസ് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എനിക്ക് എങ്ങനെ എഴുതാം? v2 മൈനസ് v1 എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ u2 മൈനസ് u1 ഈക്വൽ ടു എങ്ങനെ വരും? എനിക്ക് u2 മൈനസ് u1 ഇസ് ഈക്വൽ ടു ക്യൂ പി മൈനസ് പി വി ടു പ്ലസ് പി വി വൺ എന്ന് വരില്ലേ? കാരണം ഇവിടെ മൈനസ് പി വി ടു മൈനസ് പി ഇൻറ്റു മൈനസ് വി വൺ എന്ന് പറയുമ്പോൾ പ്ലസ് പി വി വൺ എന്ന് വരും. ക്ലിയർ ആണോ? ഇനി ഞാൻ ഈ പി വി വണ്ണും വി ടുവിനെയൊക്കെ ഞാൻ അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ യു ടു മൈനസ് പി വി ടു, ഓക്കെ സോറി, യു ടു പ്ലസ് പി വി ടു എന്ന് വരും, മൈനസ് എന്ത് വരും? യു വൺ പ്ലസ് പി വി വൺ എന്ന് വരും. കാരണം മൈനസ് യു വൺ മൈനസ് പി വി വൺ എന്നാണ് വരും. ഞാൻ മൈനസിനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ യു വൺ പ്ലസ് പി വി വൺ എന്ന് എനിക്ക് വരും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ പി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്യൂ പി ഈക്വൽ ടു യു ടു പ്ലസ് പി വി ടു മൈനസ് യു വൺ പ്ലസ് പി വി വൺ എന്ന് എനിക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇതിനെല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ നമ്മുടെ ലൈവിലും ക്ലാസ്സിലും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിലില്ലാത്ത സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തന്നു മാത്രം. Okay, now we can define another thermodynamic function, that is enthalpy. ഇവിടെയാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? നമ്മുടെ enthalpyനെ കൊണ്ടുവരുന്നത്. അതാണ് that is the heat content in a system. ഈ enthalpy എന്ന് പറഞ്ഞാൽ എന്താണ്? internal energy plus pressure volume energy-നെയാണ് നമ്മൾ enthalpy എന്ന് പറയുന്നത്. U plus PV ആണ് നമ്മുടെ enthalpy എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ H2 minus H1 എന്തായിരിക്കും? H2 minus H1 എന്തായിരിക്കും? U1 plus PV1 at constant pressure ആണ് നമ്മൾ പറഞ്ഞു. So U1 plus PV1, sorry, H2 minus H1 എന്തായിരിക്കും? U2 plus PV2 minus U1 plus PV1. That means ഇതെന്താണ്? നമ്മുടെ H2 minus H1 ആണ്. H2 minus H1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ H ആണ്. സോ QP ഈക്വൽ ടു എന്ത് പറയാം? നമുക്ക് ഡെൽറ്റ H എന്ന് പറയാം. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? H2 minus H1 നമുക്ക് എഴുതാം U2 plus PV2 minus U1 plus PV1 എന്ന് എഴുതാം. That means it is equal to delta H ആണ്. So at constant പ്രഷറിലുള്ള എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തു എന്നുള്ളത് നമുക്ക് enthalpy ആയിട്ട് പറയാം. ആൻഡ് ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി ആണെന്നുള്ള കാര്യം. ഓക്കെ, ക്ലിയർ? സോറി, ക്ലിയർ ആണോ? ഇത് ഓക്കെ ആണോ? സോറി ഗൈസ്, സോറി. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ രണ്ട് കാര്യം നിങ്ങൾ ആലോചിച്ചിരിക്കുക. ഓൾദോ നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. കാരണം ഹീറ്റ് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി എന്ന് പറയുമ്പോൾ ഡെൽറ്റ എച്ച് ഒരു പാത്ത് ഫംഗ്ഷൻ ആണോ? അല്ല. കാരണം ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ യു പ്ലസ്
പി ഡെൽറ്റ വി ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ യുവും ഇവരും എല്ലാവരും എന്താണ്? ദേ ആർ ഓൾ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. ഇന്റേണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചു, പ്രഷറും വോളിയം സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചു. ഇവർ രണ്ടുപേരും ആഡ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു എൻതാൽപ്പിയും എന്തായിരിക്കും? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? ഇതും എന്തായിരിക്കും? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വിളിക്കാം? ക്യൂ പി ഒരു എന്തായിരിക്കും? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. കോൺസ്റ്റന്റ് പ്രഷറിൽ അവരെടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. വെറുതെ നമ്മൾ ഹീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ പാത്ത് ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ഡെൽറ്റ എച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്, ഹെൻസ് ക്യൂ പി ഇസ് ഓൾസോ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് കിട്ടി ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി ആണ്. ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് നമുക്ക് എഴുതാം. റിമെമ്പർ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ് എന്ത്? അതിന്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി എൻതാൽപ്പി ചേഞ്ചിന് നമുക്ക് സൈൻസ് ഉണ്ട്. ഡെൽറ്റ എച്ച് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് റിയാക്ഷൻ ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഇനി ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിലോ ദാറ്റ് ഈസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? യെസ്. ഇനി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹീറ്റ് ഇവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ അവർ ഹീറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഫോർ എക്സോതെർമിക് റിയാക്ഷൻസ് വിച്ച് ഇവോൾവ് ഹീറ്റ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻസ് ആൻഡ് ഡെൽറ്റ എച്ച് ഇസ് പോസിറ്റീവ് ഫോർ എൻഡോതെർമിക് റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഹീറ്റ് ഫ്രം ദി സറൗണ്ടിങ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണെന്നുള്ള കാര്യം. കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഇത് എല്ലാ ടേമും 0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറയും. നമുക്കറിയാം കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇത് എന്താണ്? ക്യൂ വി ആണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഗേഷ്യസ് റിയാക്ടൻസിന്റെ കാര്യം എടുക്കുമ്പോൾ ഇതൊന്നും ഞാൻ വായിക്കുന്നില്ല, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എ ബി ആയിട്ട് മാറുന്ന ഒരു ഗേഷ്യസ് കണ്ടീഷൻ ഞാൻ എടുക്കുകയാണെങ്കിൽ രണ്ടും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം. പി വി എ ഈക്വൽ ടു എൻ എ ആർ ടി, പി വി ബി ഈക്വൽ ടു എൻ ബി ആർ ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? പി വി ബി മൈനസ് പി എ കണ്ടുപിടിക്കുകയാണെങ്കിൽ എൻ ബി ആർ ടി മൈനസ് എൻ എ ആർ ടി വരും. സോ അങ്ങനെ എനിക്ക് എഴുതാം പി ഇൻറ്റു വി ബി മൈനസ് വി എ ഈക്വൽ ടു എൻ ബി മൈനസ് എൻ എ ഇൻറ്റു ആർ ടി എന്ന് എഴുതാം. ദാറ്റ് മീൻസ് പി ഡെൽറ്റ വി എന്ന് പറയുന്നത് ഡെൽറ്റ എൻ ജി ആർ ടി ആണ്. വേർ ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. പുതിയൊരു ഇക്വേഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നോ ഡൗട്ട്സ്. ഇനി അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. യെസ്. ഓക്കെ, ഇഫ് വാട്ടർ വേപ്പർ ഈസ് അസ്യൂം ടു ബി എ പെർഫെക്റ്റ് ഗ്യാസ്, വാട്ടർ വേപ്പറിനെയാണ് H2O ഗ്യാസ് നമ്മളൊരു പെർഫെക്റ്റ് ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോളാർ എൻതാൽപ്പി ചേഞ്ച് ഫോർ വേപ്പറൈസേഷൻ ഓഫ് 1 മോൾ ഓഫ് വാട്ടർ, അതായത് അവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് വേപ്പറൈസേഷൻ ഓഫ് 1 മോൾ ഓഫ് വാട്ടർ, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ പോയിട്ട് ഗ്യാസ് ആവുന്നതിനുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 41 കിലോ ജൂൾ പെർ മോൾ ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഇന്റേണൽ എനർജി ചേഞ്ച് വെൻ 1 mole water vaporized at 1 bar pressure and 100 degrees Celsius. അതായത് 1 mole water 1 mole ഗ്യാസ് ആയിട്ട് മാറുകയാണ്. 41 കിലോ ജൂൾ ആണ് അതിന്റെ എന്ത് പറഞ്ഞു? അതിന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് എന്താണ്? ഡെൽറ്റ എൻ ആർ ടി എന്ന് നമുക്കറിയാം. കറക്റ്റ് അല്ലേ? യെസ്. 1 മോൾ വാട്ടർ ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ എൻ എന്താണ്? ഇവിടെ 1 ആണ്. സോ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? 41 പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് വരും നമുക്ക്? യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം. യെസ്. ഓക്കെ, സോറി, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡെൽറ്റ എച്ച്. സോറി, നമ്മുടെ ഇക്വേഷൻ മാറിപ്പോയി. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ആണ്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എച്ച് നമുക്ക് തന്നു 41 ആണെന്നുള്ളത്. സോ 41 മൈനസ് 1 ഇൻറ്റു ആർ 8.314 എടുക്കാം. ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 373. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ക്ലിയർ ആണോ?
അപ്പോൾ നമുക്ക് കിട്ടി 37 കിലോ ജൂൾ ആണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഫസ്റ്റ് കേസിൽ വരുന്നത്. സെക്കൻഡ് കേസ് 1 മോൾ വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു ഐസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അവരെന്തായിട്ട് മാറുക, സോളിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോളിഡ് ആയിട്ട് മാറുമ്പം അവിടെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവോ, ഡെൽറ്റ വി 0 ആയിരിക്കും. കാരണം വോളിയത്തിൽ ചേഞ്ച് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്യാസസിന്റെ കേസിൽ മാത്രമേ വോളിയത്തിൽ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. സോ ഇവിടുത്തെ ഡെൽറ്റ വി നമുക്ക് എന്തെടുക്കാം, 0 ആണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ പി ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടിയിൽ ഇതെന്തായിട്ട് മാറുകയാണ്, 0 ആയിട്ട് മാറുകയാണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു, ദാറ്റ് ഇസ് ഈക്വൽ ടു 41 കിലോ ജൂൾ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, നോ ഡൗട്ട്സ്? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തുള്ളത് ആപ്ലിക്കേഷൻസിൽ നമുക്ക് എൻതാൽപ്പിനെ കുറിച്ചിട്ടും വർക്കിനെ കുറിച്ചിട്ടും നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് പുതിയ പ്രോപ്പർട്ടീസ് ആണ്. ദാറ്റ് ഈസ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അത് നമ്മുടെ എന്താ പറയുക നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുവരെ ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ലൈവ് പോയിട്ട് കാണാം. ഇതിൻ്റെ പ്രീമിയർ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതേ ഉള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കുക. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും മതി. കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ദിവസം തന്നെ പറഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, നിങ്ങൾക്ക് മനസ്തലയിൽ നിൽക്കുന്നും ഉണ്ടായിരിക്കില്ല. സോ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടെലഗ്രാമിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് പോയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോകാവുന്നതേ ഉള്ളൂ. ആൻഡ് അഗെയിൻ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരൊക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തേക്കാം. കാരണം ഇനിയും ഒരുപാട് NCERTയും ഒരുപാട് ലൈവുകളും ഒരുപാട് അടിപൊളി സെഷൻസും ബി ക്വിസസും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. സോ ദിസ് ഇസ് ഫ്രം മൈ എൻഡ് ഫോർ ടുഡേ. സോ ദിസ് ഇസ് മീ ഷിബ്ല സൈനിങ് ഓഫ് ഫ്രം വേദാന്തു മലയാളം. ടാറ്റ ആൻഡ് ബൈ ബൈ.